السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് ഇന്ന് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസവം, വീട്ടുപ്രസവം, ആശുപത്രി പ്രസവം, ഗർഭം, ഗർഭകാലം തുടങ്ങി ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നല്ലത് പറയാനും കേൾക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിച്ച് നല്ലവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്കും ബന്ധുമിത്രാദികൾക്കും മക്കൾക്കും ഭാര്യമാർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. പ്രസവം വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. നമുക്കറിയാം, മനുഷ്യൻ മാത്രമല്ല, പല ജീവിവർഗങ്ങളും, സസ്തനികളായ ഏത് ജീവിവർഗവും ഗർഭം ധരിച്ച് പ്രസവം നിർവഹിച്ചാണ് തലമുറയെ നിലനിർത്തി വരുന്നത്. അങ്ങനെ ആ തലമുറ കാലങ്ങളായി നിലനിന്ന് വരുന്നു. ഈ ഒരു പ്രത്യേകമായ സംരംഭം ഇല്ലാതെയാകുന്നതോടുകൂടെ ഏത് സ്പീഷീസിലാണോ അത് സംഭവിക്കുന്നത്, അതിൻ്റെ വംശനാശം സംഭവിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗം ഈ ഒരു സങ്കീർണമായ ദൗത്യം ഏറ്റെടുത്തേ പറ്റൂ. പൊതുവെ സ്ത്രീ വർഗമാണ് അള്ളാഹു അതിന് നിയോഗിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും പ്രസവത്തിൻ്റെ മുന്നോടിയായ ഗർഭം വളരെ പ്രയാസകരമായ ഒരു കാലമാണ്, ഒരു പീരീഡാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു പറയുന്നത് വളരെ മശക്കത്ത്, അങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനർത്ഥം പറയുന്നത്. കഠിനമായ അധ്വാനം, കഠിനമായ ബുദ്ധിമുട്ട്, അത് സഹിച്ചാണ് ഉമ്മ ഗർഭം ചുമയ്ക്കുന്നത്. പിന്നീട് സങ്കീർണമായ ഘട്ടമാണ് പ്രസവം. ഏകദേശം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട മറ്റൊരു ഘട്ടമാണ് വഹംലുഹു വഫിസാലുഹു ആമീൻ എന്ന് പറയുന്ന ആ മുലകൊടിപ്രായം. ഈ ഒരു 3 പ്രയാസകരമായ സാഹചര്യങ്ങളെയും ഘട്ടങ്ങളെയും അതിജയിച്ചാണ് ഓരോ സ്ത്രീയും തൻ്റെ തലമുറയെ നിലനിർത്താൻ വേണ്ടി കഠിനമായ അധ്വാനം, ശ്രമം നിർവഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം ഈ ഒരു സന്നദ്ധത കൊണ്ട് ഗർഭകാലത്തും പ്രസവത്തിലും പിന്നീടുമുള്ള വിവിധങ്ങളായ വിഷമങ്ങൾ സഹിക്കുന്നത് കൊണ്ട്, നല്ല ഉദ്ദേശത്തോടു കൂടെ ഈ ഒരു മഹദ് ദൗത്യത്തിന് തയ്യാറാകുന്നത് കൊണ്ട് സ്ത്രീജനങ്ങൾക്ക് ഇത് സംബന്ധിയായി തന്നെ ധാരാളം മഹത്വങ്ങൾ നൽകുന്നുണ്ട്. ഗർഭകാലം അവർക്ക് കൂലിയുള്ളതാണ്. ഗർഭസ്ഥ സ്ത്രീ മരണപ്പെട്ടാൽ അവർ രക്തസാക്ഷിയാണെന്നുണ്ട്. രക്തസാക്ഷികളെ കുറിച്ച് എണ്ണിപ്പറയുന്നിടത്ത് അവരെ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. നബി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ അത് വിശദീകരിച്ച് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രസവത്തിൻ്റെയും ഗർഭത്തിൻ്റെയും ഒക്കെ സമയത്തുള്ള വേദനയും പ്രയാസങ്ങളും വലിയൊരു ദൗത്യത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന സ്ത്രീ ജനങ്ങൾക്ക് അവരുടെ ക്ഷമക്ക് ഗംഭീരമായ പ്രതിഫലം കിട്ടും. അവരുടെ ഓരോ വേദനയും അവരുടെ പാപങ്ങൾ പൊറുക്കാനുള്ള നിമിത്തമാണ്. ഇങ്ങനെ ആത്മീയമായി വലിയ ഗുണം പുരുഷന്മാർക്കില്ലാത്ത
ഒരു പുരുഷനും നേടിയെടുക്കാൻ കഴിയാത്ത, എത്ര അധ്വാനിച്ചാലും സാധ്യമല്ലാത്ത കുറേ ഗുണങ്ങൾ, ഉപകാരങ്ങൾ ഇതുവഴി സ്ത്രീജനങ്ങൾക്ക് മാത്രം അള്ളാഹു സംവിധാനിക്കുന്നു. നമ്മളതിൻ്റെ സങ്കീർണതകളൊക്കെ ആലോചിച്ച് നോക്കിയാൽ അതങ്ങനെയേ വരൂ എന്ന് നമുക്കറിയാം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതു പ്രയാസവും, അവൻ നേരിടുന്ന ഏതു പ്രതിസന്ധിയും അവന് പ്രതിഫലം നൽകുന്നതാണ്. ഗർഭവും ഗർഭകാലവും പ്രസവവും വലിയ പ്രതിസന്ധിയാണ്, അതിന് പ്രതിഫലം കിട്ടും. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അവരുടെ കാലിലേൽക്കുന്ന മുള്ളു പോലും, കാലിൽ മുള്ളു തറയ്ക്കുന്നത് പോലും, രോഗങ്ങളുണ്ടാകുന്നതും മറ്റും, മഹോദരം എന്ന് പറയുന്ന പണ്ടത്തെ വയറിൻ്റെ അസുഖം വരുന്നത്, ഇതൊക്കെ രക്തസാക്ഷികളുടെ പ്രതിഫലം കിട്ടുന്നതും ക്ഷമക്ക് വലിയ കൂലി കിട്ടുന്നതും വിശ്വാസിയുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്നതുമാണെന്ന് വിവിധ ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഭൗതികമായും സ്ത്രീകൾക്ക് ചില ഗുണങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. ഇതിന് സന്നദ്ധയാവാൻ ഔദ്യോഗികമായ പഠനങ്ങൾ ഏത് രീതിയിലാണ് വിശദീകരിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകമായി പഠിച്ചിട്ടില്ല. എന്നാലും ലൈംഗികത കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ് എന്നാണ്. ലൈംഗികത പുരുഷന്മാരെക്കാളും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ് എന്ന് മാത്രമല്ല, അവർക്ക് അതിന് മിക്ക സമയത്തും പാകതയുണ്ടാകും. എന്നല്ല, ഒരു സെക്സിൽ തന്നെയും നിരവധി തവണ ഓർഗാസം, രതിമൂർച്ചയ്ക്ക് സ്ത്രീക്ക് മാത്രം സംവിധാനമുണ്ട്. അത് സയന്റിഫിക്കായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. ഒരു ലൈംഗിക ബന്ധത്തിനിടയിൽ പല പ്രാവശ്യം ഡോക്ടർ മറ്റുവല്ലൂരൊക്കെ അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്, ചില സ്ത്രീകളെയൊക്കെ ഉദ്ധരിച്ച് നിരവധിയായ തവണ, നമുക്കിങ്ങനെ ഈ വേദിയിൽ പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കുന്നത്ര, ഞാനതുകൊണ്ട് പറയണില്ല. മറ്റുവല്ലൂരിൻ്റെ ലൈംഗിക വിജ്ഞാനകോശത്തിലുണ്ട്, അദ്ദേഹത്തിൻ്റെ മറ്റ് ചില പുസ്തകങ്ങളിലുണ്ട്. ഈ വിഷയത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ബിഷോഘരനാണ് അദ്ദേഹം. ഒരു സമയത്ത് തന്നെ, ഒരു സെക്സിനിടയിൽ തന്നെ നിരവധി തവണ ഓർഗാസം, രതിമൂർച്ച അനുഭവിക്കാൻ സ്ത്രീക്ക് മാത്രം സാധ്യമാണ്. പുരുഷനെ സംബന്ധിച്ച് രതിമൂർച്ചയോടുകൂടെ അവൻ്റെ ശരീരം തളർന്നു പോകുന്നു. പിന്നെ ഉടനെയൊന്നും ആ ഒരു പ്രക്രിയക്ക് അവന് ശാരീരികമായി മാനസികമായി തന്നെയും സംവിധാനമില്ല. സ്ത്രീ അതല്ല, ഒരേ സമയത്ത് തന്നെ നിരവധിയായ പ്രാവശ്യം ഈ ഓർഗാസം അനുഭവിക്കാൻ പറ്റുന്നു. എന്തുകൊണ്ടായിരിക്കണം സ്ത്രീ മാത്രം അങ്ങനെ? ഞാനെവിടെയും വായിച്ചതല്ല, എന്നാലും നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. അവൾ നിരവധിയായ സങ്കീർണതകൾ സഹിക്കുന്നുണ്ട്, പുരുഷനില്ലാത്ത. പറഞ്ഞല്ലോ, ഗർഭവും പ്രസവവും ഒക്കെ. അതുകൊണ്ട് തന്നെ സ്ത്രീവർഗത്തിന് ഇതിന് കാരണമാകുന്ന ലൈംഗിക ബന്ധത്തിന് പ്രത്യേകമായ ആകർഷണം വരണം. അവർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ലഭ്യമല്ലെങ്കിൽ, ആനന്ദങ്ങളില്ലെങ്കിൽ, ഇതൊരു ചടങ്ങായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രസവത്തിൻ്റെയും ഗർഭത്തിൻ്റെയും സങ്കീർണത കാരണം അവർ ഇതിലേക്ക് ദൃഷ്ടരാവാതെ വരും. അങ്ങനെ വന്നാൽ തലമുറ നിലനിൽക്കാതെ വരും. അതുകൊണ്ട് പ്രകൃതിപരമായി തന്നെയും പുരുഷനേക്കാളും സെക്സ് എൻജോയ് ചെയ്യാൻ സ്ത്രീക്ക് കഴിവ് കിട്ടുന്നു. ആഖിറത്തിന്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു, പാപങ്ങൾ പൊറുക്കുന്നത്, പദവി ഉയരുന്നത്, രക്തസാക്ഷിയുടെ പ്രതിഫലം കിട്ടുന്നത്. അതുകൊണ്ടാണ് പ്രസവം എന്ന് പറയുന്ന സങ്കീർണവും കൂടുതലായി ശ്രമം വേണ്ടതുമായ ഈ ഒരു പ്രക്രിയയെ മനുഷ്യവർഗത്തിൻ്റെയും അതുപോലെയുള്ള തസ്തനികളുടെയും നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു സംവിധാനിക്കുന്നത്. അത് കൂടിയേ തീരുള്ളൂ എന്ന് വയ്ക്കുന്നത്. ആരെങ്കിലും ഒരാൾ ഈ ഒരു ദൗത്യം ഏറ്റെടുത്തേ പറ്റൂ എന്നത്. സ്ത്രീജനങ്ങൾക്ക് സ്വാഭാവികമായും മഹത്വം കൂടാൻ, പദവി ഉയരാൻ, പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു നൽകിയ ഒരു സംവിധാനമായിട്ട് കൂടെ വേണം ഈ സങ്കീർണമായ ദൗത്യത്തെ കാണാൻ. ഇവരെ അത് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അതുകൊണ്ടായിരിക്കണം അവർക്ക് കുറേ മഹത്വങ്ങൾ ഭൗതികമായും, ഞാനീ പറഞ്ഞതുപോലെയുള്ള ഭൗതികമായും അപ്രകാരം ആത്മീയമായും മതം അനുവദിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹു സൃഷ്ടിപ്പിൽ തന്നെ സംവിധാനിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളെ പ്രത്യേകം തിരഞ്ഞെടുക്കണമെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അൽ വലൂദ്, ധാരാളമായി പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ധാരാളമായി പ്രസവിക്കുന്ന സ്ത്രീകൾ, പലപ്പോഴും നമ്മൾ ചില ആരോപണങ്ങൾ കേൾക്കാറുണ്ടല്ലോ, മുഅ്മിനീങ്ങൾ ഇങ്ങനെ പ്രസവിച്ചു കൂട്ടണം എങ്കിലേ സമൂഹം നിലനിൽക്കൂ.
മാൽത്തൂസിൻ്റെ തിയറിയൊക്കെ നമുക്കറിയാം. പ്രസവം വഴി കുഞ്ഞുങ്ങളിങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ജനസംഖ്യ വിസ്ഫോടനം സംഭവിക്കുന്നതാണ്. അങ്ങനെ ജനസംഖ്യ കൂടി വന്നിട്ട് അന്നവും വെള്ളവും പാർപ്പിടവും ജീവിത സൗകര്യങ്ങളും ഇല്ലാതെയാവുന്നതാണ്. അതില്ലാതിരിക്കാൻ വേണ്ടി ജനസംഖ്യാ നിയന്ത്രണം നടത്തണമെന്നാണ് അദ്ദേഹം സമർത്ഥിച്ചതും പലരെയും ആ ഒരു തിയറി പ്രയോഗിക്കാൻ വേണ്ടി പല സമ്മർദ്ദങ്ങൾ പ്രേരിപ്പിക്കുന്നതും. എന്നിട്ട് എന്ത് സംഭവിച്ചു? കർശനമായി ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയ നാടുകളെല്ലാം വല്ലാതെ വൈകാതെ പരാജയത്തിലേക്ക് നേരിട്ടെത്തി. ചൈനയുടെ കാര്യം നമുക്കറിയാം. കഠിനമായി ജനസംഖ്യാ നിയന്ത്രണം നടത്തിയവരാണവർ. അന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്, ജനസംഖ്യയുള്ളത് ചൈനയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണം കിട്ടൂലേ, താമസിക്കാൻ സൗകര്യം കിട്ടൂലേ എന്നൊക്കെ ബേജാറ് പിടിച്ചിട്ട് മാൽത്തൂസിൻ്റെ തിയറി നടപ്പിലാക്കാൻ ശ്രമിച്ചു. സ്വാഭാവികമായും ഒറ്റക്കുട്ടിയെ മാത്രം അവർ അനുവദിച്ചു. പിന്നീടുണ്ടായ സങ്കീർണതകൾ കൊണ്ട് പൊറുതിമുട്ടാണ് ആ നാട്. ഒറ്റക്കുട്ടിയെ പറ്റൂ എന്ന് വന്നപ്പോൾ സ്വാഭാവികമായും അത് ആൺകുട്ടിയാവാൻ വേണ്ടി ചൈനയിലെ ആണും പെണ്ണും തീരുമാനിച്ചു. അതിന് സപ്പോർട്ട് ചെയ്ത് നിയമങ്ങൾ വന്നു. ലിംഗ നിർണയ പരിശോധനകൾ നടത്തൽ അവിടെ അനുവദനീയമാണ്. ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗം കണ്ടുപിടിക്കാം. അപ്പോൾ ആണാണോ പെണ്ണാണോ? പെൺകുട്ടിയാണെങ്കിൽ അബോർഷൻ ചെയ്യാനും അവിടെ നിയമമുണ്ടായിരുന്നു. കാരണം ഒരു കുട്ടിയെ പറ്റൂ എന്ന് വരുമ്പോൾ മനുഷ്യർ, അവിടെയുള്ള ജനങ്ങൾ അത് ആൺകുട്ടിയാവണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു തലമുറയിൽ ധാരാളം ആൺകുഞ്ഞുങ്ങളുണ്ടായി. പെൺകുഞ്ഞുങ്ങൾ പറ്റ കുറഞ്ഞു വന്നു. അതുകൊണ്ട് അവിടെ കുടുംബജീവിതം താറുമാറായി. പെണ്ണെട്ടാൻ കഴിയാതെ വന്നു. സ്വാഭാവികമായും പെണ്ണ് കെട്ടാൻ വേണ്ടി വിയറ്റ്നാമിൽ നിന്ന് അവർ പെൺകുട്ടികളെ ഇറക്കുമതി ചെയ്തു. രണ്ട് സംസ്കാരമായതുകൊണ്ട് ഈ കല്യാണം കഴിഞ്ഞ് വല്ലാതെ വൈകുമ്പോഴേക്ക് വിയറ്റ്നാമിലെ പെണ്ണ് ചാടിപ്പോയി. വൃദ്ധന്മാരുടെ നാടായി ചൈന മാറി. വൃദ്ധന്മാരുടെ നാടായി. ഈ വൃദ്ധന്മാരെ പരിചരിക്കലും ജോലി ചെയ്യലും സൈനിക സേവനം അനുഷ്ഠിക്കലും നിർമ്മാണാത്മക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കലും യുവാക്കൾക്ക് സാധിക്കാതെ വന്നു. യുവാക്കളുടെ സംഖ്യ വളരെ കുറഞ്ഞു വന്നു. പഴയ തലമുറയിലെ വൃദ്ധന്മാർ മാത്രമായിട്ട് ഒരു വയസ്സ് കൂടിയ ചൈന രൂപപ്പെട്ടു. ജോലിയിടങ്ങൾ കാലിയാവാൻ തുടങ്ങി. ലോകത്തെ ഏറ്റവും നല്ല കയറ്റുമതി നടത്തുന്ന, ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്ന നാടാണ് ചൈന. അത് അവരുടെ ദേശീയ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. അത് ഗ്രാഫ് കുറഞ്ഞു വന്നു. സ്വാഭാവികമായും ചൈന ഗവൺമെൻറ് ഈയിടെ അത് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഒറ്റക്കുട്ടി നയത്തിൽ നിന്ന് മാറി 2 കുട്ടിയായി. അത് പോരാന്ന് വന്നു. എത്രയും കുട്ടിയാവാമെന്നായി. 4 കുട്ടിയാണെങ്കിൽ എല്ലാ പ്രോത്സാഹനവും എന്നായി. കൂടുതൽ പ്രസവിക്കുന്നവർക്ക് എല്ലാ സൗജന്യവും എന്ന് നിയമം വന്നു. റഷ്യയിലും അതാണ് സംഭവിച്ചത്. ഞാൻ വിശദീകരിക്കല്ല. കൗതുകരമായ നിയമം. വ്ളാഡിമിർ പുടിൻ, റഷ്യയുടെ പ്രസിഡന്റ്, 5-6 മാസം മുന്നേ പറഞ്ഞ ഒരു ഉത്തരവ് എന്താണ്? ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ പോലും ഇടക്കിടക്ക് സെക്സ് നടത്തണം എന്നാണ്. 10 മണിക്ക് ചായ അടിക്കണത് പോലെ, ഉച്ചക്ക് ചോറ് കഴിക്കണത് പോലെ ഇടവേളകളിൽ കൃത്യമായ രീതിയിൽ സെക്സ് നടക്കണം എന്നാണ്. ഓഫീസിൽ അതിന് അനുബന്ധമായി സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ്. അങ്ങനെ ധാരാളം പ്രസവങ്ങൾ ഉണ്ടാകണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ വലൂദ് ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ നോക്കി കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അതെങ്ങനെ? അവരുടെ കുടുംബത്തെ പരിശോധിച്ചാൽ അറിയാം, ഉമ്മനെ പരിശോധിച്ചാൽ അറിയാം, ജ്യേഷ്ഠത്തിയെ പരിശോധിച്ചാൽ അറിയാം. മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അവലംബിക്കാം. കൂടുതൽ പ്രസവിക്കുന്നവരെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു. എന്താ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനപരമായ കാര്യം? മനുഷ്യകുലം നിലനിൽക്കണം. ലോകത്തിൻ്റെ നായകത്വം വഹിക്കേണ്ടത് മറ്റൊരു സ്പീഷീസുമല്ല, ഈ ജന്തുവർഗമാണ്. ഹോമോസാപ്പിയൻ, ചിന്തിക്കാൻ കഴിവുള്ള ജന്തുവർഗം, അതാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ പ്രകൃതിപരമായി നിർവഹിക്കപ്പെടേണ്ട ഒരു സാധാരണ പ്രക്രിയയാണ് പ്രസവം. അങ്ങനെ വരുമ്പോൾ ഇന്ന് വിവാദത്തിലൊക്കെ നടക്കുന്നത് പോലെ എന്താണ് ഈ പ്രസവം എവിടെ വെച്ചാണ് നടത്തേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആശുപത്രി പോകണം എന്നുണ്ടോ, വീട്ടിൽ നിന്ന് പ്രസവിച്ചുകൂടെ? വിസ്തരിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അത് കഠിനമായ തീവ്രമായ രീതിയിൽ ഏതെങ്കിലും ഒരു പക്ഷത്തെ മുറുകെ പിടിക്കാനും പറ്റില്ല. എല്ലാ കാര്യങ്ങളെയും അവധാനതാപൂർവം അനലൈസ് ചെയ്ത് എന്താണ് മനുഷ്യന് കൂടുതൽ സംഘതം എന്ന് തീരുമാനിക്കലാണ് യുക്തി. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ നേരത്തെ പലവട്ടം പറഞ്ഞതുപോലെ വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ് പ്രസവം. അതിന് മുന്നോടിയായി കുറേ സംഗതികൾ സംഭവിക്കാനുണ്ട്.
ഗർഭപാത്രത്തിൻ്റെ ആമുഖം വികസിക്കാനുണ്ട്, സെർവിക്സ് എന്ന് പറയും. കൃത്യമായ രീതിയിൽ കുഞ്ഞ് പുറത്തു വരേണ്ടതുണ്ട്. പഴയകാലത്തുള്ളതുപോലെ ആരോഗ്യപരമായി സമൂഹം അത്രമേൽ ഉന്നതരല്ലാത്തത് കൊണ്ട് പലപ്പോഴും പ്രസവം സങ്കീർണമാവുകയും അപകടത്തിന് സാധ്യതയുണ്ടാവുകയും ചെയ്യും. ഇത്തരം സന്ദർഭത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരെ സമീപിക്കുന്നത് മതപരമായി എന്താ അതിൻ്റെ നിയമം? തീർച്ചയായിട്ടും ഒരു കുഴപ്പമുള്ളതല്ല എന്നല്ല, പലപ്പോഴും അത് പ്രോത്സാഹിപ്പിക്കേണ്ടതും ചില ഘട്ടത്തിൽ നിർബന്ധമായും നിർവഹിക്കേണ്ടതുമാണ്. കോമണായിട്ടൊരു ഹുക്മ് പറയുന്നതിനേക്കാൾ വിസ്തരിച്ചു പറയലായിരിക്കും നല്ലത്. ഈ പ്രസവം എന്ന് പറയുന്ന പ്രത്യേകമായ അവസ്ഥയിൽ കൃത്യമായ രീതിയിൽ അത് സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പ്രസവം നടക്കും, അതിൽ കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് പലപ്പോഴും അത് നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള ചില സങ്കീർണതകളിലേക്ക് എത്തും. ഇപ്പോൾ ഉദാഹരണമായിട്ടുള്ള ഒരു ബ്രീച്ച് ഡെലിവറി, സാധാരണഗതിയിൽ പ്രസവം നടക്കേണ്ടത് കുഞ്ഞിൻ്റെ തല പുറത്തു വന്നിട്ടാണ്. അങ്ങനെയല്ലാതെ കാല ഊരഭാഗമോ പൃഷ്ഠഭാഗമോ ഒക്കെ പുറത്തു വരുന്നൊരവസ്ഥ വരും. അതൊരു സങ്കീർണമായ സ്റ്റേജാണ്. മിക്കവാറും കുട്ടി മരിക്കാനോ അല്ലെങ്കിൽ കുട്ടിയുടെ മാതാവ് മരിക്കാനോ ഒക്കെ സാധ്യതയുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ വിദഗ്ധരായ ഒരാളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ സാന്നിധ്യം തീർച്ചയായും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അപ്പം എങ്ങനെയാണിത് സംഭവിക്കുക എന്ന് സാധാരണ രീതിയിൽ വളരെ നോർമലായി പ്രസവം നടക്കുമോ അത് ഇതുപോലെയുള്ള വല്ല സങ്കീർണതകൾ ഉണ്ടാവുമോ എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുമോ? സാധാരണക്കാരാവുന്ന നമ്മളെ സംബന്ധിച്ച് അത് സാധ്യമേ അല്ല. അതിവിദഗ്ധരായ ആളുകൾ വേണം. അത് ഡോക്ടറായാലും കൊള്ളാം, പ്രാവീണ്യം കൊണ്ട് കുറേ കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഡോക്ടറെക്കാളും ഈ വിഷയത്തിൽ പ്രായോഗിക പരിജ്ഞാനമുള്ള നഴ്സുമാരുണ്ടാകും. MBBS കഴിഞ്ഞ് ഗൈനക്കോളജിയും കഴിഞ്ഞ് പെട്ടെന്ന് വന്ന ഒരു ചെറിയ ഡോക്ടറെക്കാളും വർഷങ്ങളായി ആശുപത്രിയിൽ എക്സ്പീരിയൻസ് നേടിയ നഴ്സുണ്ടാവും. അവരായാലും മതി. ഈ നഴ്സിന് തുല്യം വയ്ക്കാൻ പറ്റുന്ന പഴയകാല സൂതി കർമ്മിണികളുണ്ട്, വയറ്റാട്ടികളുണ്ട്. പല സങ്കീർണതകളും സ്വയമായിട്ട് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന അനുഭവജ്ഞാനം. അവർ പരീക്ഷ എഴുതി ജയിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ചില സ്ത്രീകൾ ഉണ്ടായിരുന്നു, ഉണ്ട്. അവരുടെ സാന്നിധ്യമായാലും ഒരു പരിധി വരെയൊക്കെ നമുക്കത് തരണം ചെയ്യാൻ പറ്റും. എന്തായാലും വിദഗ്ധരായ ഒരു സംഘത്തിൻ്റെ സാന്നിധ്യത്തിലാകുന്നത് അല്ലെങ്കിൽ വെളിപ്പുറത്ത് അത്തരം ഒരു ടീം ഉണ്ടാകുന്നത് പ്രസവത്തിൻ്റെ കുറേ സങ്കീർണതകൾ കുറക്കാൻ പറ്റും. സാധാരണഗതിയിൽ ഈ പ്രസവത്തിന് ഡോക്ടേഴ്സ് ഈ ഡോക്ടർമാർ ഈ സാധാരണ പ്രസവമല്ല, നിർബന്ധമായി നമുക്ക് ഈ സിസേറിയൻ നടത്തണം എന്ന് പറയുന്ന ചില ഘട്ടങ്ങളുണ്ട്. സിസേറിയൻ എന്നതിൻ്റെ പേരിനെ കുറിച്ച് പോലും ചില രസകരമായ കഥ ഉണ്ട്. ജൂലിയസ് സീസറിൻ്റെ പ്രസവം നടന്നത് ഇങ്ങനത്തെ സർജറി വഴിയായിരുന്നു എന്നാണ്. അതിനെ തുടർന്നാണ് ഈ സിസേറിയൻ എന്ന് പേര് വന്നതെന്ന്. സത്യത്തിൽ അത് ആരോ പറഞ്ഞുണ്ടാക്കിയ ഒരു തള്ളാണ്. എന്തുകൊണ്ട്? ജൂലിയസ് സീസറിൻ്റെ അമ്മ പിന്നെയും ജീവിച്ചിരുന്നു. അയാൾ ചെറുപ്പക്കായപ്പോഴും അയാൾ വലിയ രാജാവായപ്പോഴും ഒക്കെ അമ്മ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് സിസേറിയൻ നടത്തിയാൽ ഒരിക്കലും സ്ത്രീ രക്ഷപ്പെടൂലായിരുന്നു. ആ സിസേറിയത്തിൻ്റെ പരിണാമത്തിൽ അങ്ങനെ ചില ഘട്ടങ്ങളുണ്ട്. ഓപ്പറേഷൻ ചെയ്ത് കുട്ടിനെ പുറത്താക്കിയാൽ കുട്ടി ചിലപ്പോൾ രക്ഷപ്പെടും, സ്ത്രീ എന്തായാലും മരിച്ചിരിക്കും. ജൂലിയസ് സീസർ ജീവിക്കണ കാലത്തൊക്കെ അങ്ങനെയാണ്. അയാൾ സിസേറിയൻ വഴിയാണ് പുറത്തു വന്നതെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ അമ്മ ഒന്ന് മരിക്കണമായിരുന്നു. പക്ഷെ അമ്മ അയാൾ രാജാവാകുന്ന കാലത്തൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ജൂലിയസ് സീസർ ഈ സിസേറിയൻ വഴി പുറത്തു വന്നിട്ടുണ്ടാവില്ല എന്നാണ് ഔദ്യോഗിക പഠനം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ശസ്ത്രക്രിയയുടെ ഒരു സങ്കീർണത തന്നെയാണത്. പക്ഷെ അവിടുന്ന് വികസിച്ചു വന്നു. പല ശസ്ത്രക്രിയയും പോലെ തന്നെ ഇന്ന് സിസേറിയൻ എന്ന് പറയുന്ന വയറ് കീറി ഗർഭപാത്രവും കീറി കൃത്രിമ രീതിയിലൂടെ കുഞ്ഞിനെ പുറത്തിറക്കുന്ന രീതിയിലും സങ്കീർണതകൾ കുറഞ്ഞു വന്നു. പണ്ട് പച്ചക്ക് അങ്ങനെ ചെയ്യലായിരുന്നു. ഇന്ന് രണ്ട് രീതിയിൽ ചിലപ്പോൾ ചെയ്യും. ജനറൽ അനസ്തേഷ്യ കൊടുത്തിട്ട് ചെയ്യേണ്ട ഘട്ടം വരും, അത് ഇത്തിരി സങ്കീർണമാണ്. അല്ലെങ്കിൽ സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കും. എന്ന് വെച്ചാൽ ഈ നട്ടെല്ല് വളച്ചു പിടിച്ചിട്ട് അതിൽ മയക്കിൻ്റെ മരുന്ന് വെച്ചിട്ട് താഴ്ഭാഗം മൊത്തം മയക്കി കിടത്തി കാര്യങ്ങളൊക്കെ അറിയും, ബോധമൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള രീതിയിലും കൊടുക്കും. മിക്കവാറും അങ്ങനെയാണ് ചെയ്യുക. ചില ഘട്ടങ്ങളിൽ ജനറൽ അനസ്തേഷ്യ നൽകേണ്ടി വരും, അത് സങ്കീർണമാണ്. ഇങ്ങനെ ചില സങ്കീർണങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും പല ഘട്ടങ്ങളിലും ഈ സിസേറിയൻ എന്ന് പറയുന്ന സർജറി കുഞ്ഞിന് രക്ഷയായി വരാറുണ്ട്. എന്നല്ല,
കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ മാതാവിനും രക്ഷയായി വരാറുണ്ട്. അനവധിയായ മരണത്തെ ഇല്ലാതെയാക്കിയ മനുഷ്യ ചരിത്രത്തിൽ വലിയ സംഭാവന നൽകിയ ഒരു സർജറിയാണ് ഈ സിസേറിയൻ എന്ന് പറയുന്നത്. അന്ധമായ രീതിയിൽ അതിനെ എതിർക്കേണ്ട യാതൊരു കാര്യമില്ല. മതപരമായി തന്നെ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിൻ്റെ ഹുക്കുമ് രൂപപ്പെടാൻ 5 അടിസ്ഥാന കാരണങ്ങൾ പഠിപ്പിക്കാറുണ്ട്. മക്കാസിദ് എന്നാണ് അവർക്ക് പറയാം. ഇസ്ലാമിലെ ഏത് ഹുക്കുമെടുത്താലും ഈ ഒരു 5-ൽ ഒന്നുമായി ബന്ധമുണ്ടാകും. ഒന്നുകിൽ ബുദ്ധിയുടെ സംരക്ഷണം, കള്ളുപിടിക്കാൻ പാടില്ല എന്ന് അതുകൊണ്ടാണ് പറയണത്. ആത്മാഭിമാനത്തിന്റെ സംരക്ഷണം, അതുകൊണ്ടാണ് ഒരുത്തനെയും പരിഹസിക്കരുത്, ആക്ഷേപിക്കരുത് എന്ന് പറയുന്നത്. അതേപ്രകാരം ശരീരത്തിന്റെ സംരക്ഷണം, അത് മഖാസിദു ശരീഅ എന്ന വളരെ പ്രസിദ്ധമായ 5 ഫിഖ്ഹ് രൂപപ്പെടാനുള്ള അടിസ്ഥാന കാരണങ്ങളിൽ പെട്ടതാണ്. ശരീരത്തിന് സംരക്ഷണം വരുന്നതേ നമ്മൾ ചെയ്യാവൂ. അതുകൊണ്ട് ആത്മഹത്യ പറ്റൂല, വിഷം കുടിക്കാൻ പറ്റൂല. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വിവിധ രീതിയിൽ പ്രസവം സങ്കീർണമാകുമ്പോൾ ആത്യന്തികമായി മാതാവിൻ്റെയും കുഞ്ഞിൻ്റെയും ജീവന് റൂഹിൻ്റെ സംരക്ഷണം, ഒപ്പം ശരീരത്തിന് സംരക്ഷണം നൽകാൻ ഈ സർജറിക്ക് വലിയൊരളവോളം സാധ്യമാണ്. പെട്ടെന്നാണ് കീറുക എന്നുള്ളതല്ല സർജറി അല്ലെങ്കിൽ ഈ സിസേറിയൻ്റെ ലക്ഷ്യം. ലോകാരോഗ്യ സംഘടന തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വളരെ ആവശ്യഘട്ടങ്ങളിലെ സിസേറിയൻ നടത്താവൂ എന്ന്. അത് പാലിക്കാറുണ്ടോ? വേറെ ഏതെങ്കിലും രീതിയിൽ അധമത്വങ്ങൾ നടക്കുന്നുണ്ടോ? അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ സംസാരിക്കണം. അതിൻ്റെ അടിസ്ഥാന കാര്യമാണ് ഞാൻ പറയുന്നത്. വിവിധ ഘട്ടങ്ങളിൽ സിസേറിയൻ നിർബന്ധമായി വരും. മുമ്പ് സിസേറിയൻ ചെയ്ത സ്ത്രീക്ക് പലപ്പോഴും സിസേറിയൻ ആവശ്യമായി വരും. എന്തുകൊണ്ട്? മുമ്പ് സർജറി നടത്തിയത് ഇടുപ്പല്ലിൻ്റെ വികാസക്കുറവ് കൊണ്ടാണെങ്കിൽ അത് അങ്ങനെ തന്നെ തുടരും ജീവിതകാലം മുഴുവനും. അപ്പം പിന്നെയും സിസേറിയൻ വേണ്ടി വരും. നേരെ മറിച്ച് മുമ്പ് സർജറി നടത്തിയത് മറ്റ് ചില കാര്യങ്ങൾ കൊണ്ടാണെങ്കിൽ, ഉദാഹരണമായിട്ട് കുട്ടിയുടെ കഴുത്തിലൂടെ ഈ നമ്മുടെ ഈ ഭക്ഷണവും ഓക്സിജനൊക്കെ സ്വീകരിച്ചിരുന്ന നമ്മുടെ ആ പൊക്കിൾ കൊടി ചുറ്റിക്ക് പിടിച്ചാൽ അത് ആ ഒരു പ്രസവത്തിലെ മാത്രം പ്രശ്നമാണ്. എല്ലാ പ്രസവത്തിലും സംഭവിച്ചോളണമെന്നില്ല. ആ പ്രസവത്തിൽ കുഞ്ഞിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സിസേറിയൻ നടത്തി എന്നത് വെച്ച് ഇനി എല്ലാ പ്രസവത്തിനും സിസേറിയൻ നിർബന്ധമൊന്നുമായി വരില്ല. അല്ലെ പ്ലാസൻ്റ മറുപിള്ള ഈ സാധനം വേർപിട്ട് പ്രസവം നടക്കുന്നതിന് തടസ്സമാകും വിധം ബ്ലോക്കായി നിൽക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ സമയത്ത് നിർബന്ധമായും സർജറി നടത്തേണ്ടി വരും. വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. കുട്ടിക്ക് ഓക്സിജൻ കിട്ടൂല. കുട്ടി സങ്കീർണമായ ഘട്ടത്തിലേക്ക് എത്തും. 9 മാസവും 10 ദിവസവും ഗർഭകാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. 280 ദിവസമാണ്. താലോലിച്ച് പ്രതീക്ഷാപൂർവം കാത്തിരുന്ന ഒരു കുഞ്ഞ് സിസേറിയൻ്റെ ചില സങ്കീർണതകൾ ഓർത്ത് നഷ്ടപ്പെടുന്നതോ മരണപ്പെടുന്നതോ ഒരു മാതാവും സഹിക്കൂല, ആർക്കും അത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ സർജറി നടത്തേണ്ടി വരും. ഇത് താൽക്കാലികമായ പ്രശ്നമാണ്. എല്ലാ പ്രസവത്തിലും ഇങ്ങനെ പ്ലാസൻ്റ വന്ന് ബുദ്ധിമുട്ടാവും എന്നുള്ളത് ഇല്ല. താൽക്കാലികമായ പ്രതിസന്ധിയാണിത്. അങ്ങനത്തെ പെണ്ണിന് 1ാം പ്രസവം സിസേറിയൻ ആണെങ്കിലും 2ാമത്തത് നോർമൽ ഡെലിവറി നടക്കാൻ സാധ്യതയുണ്ട്. നേരെ വെച്ച് ഇടുപ്പല്ലിൻ്റെ വികാസക്കുറവ് കൊണ്ട് പ്രസവം സങ്കീർണമാകുന്ന സ്ത്രീകൾക്കൊക്കെ മുമ്പ് സർജറി നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും സർജറി നടത്തേണ്ടി വരും. പിന്നെ സർജറി നടത്തേണ്ട പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് ഞാനിപ്പോൾ പറഞ്ഞ ഇടുപ്പല്ലിൻ്റെ വികാസക്കുറവ്. മനുഷ്യൻ്റെ സ്ത്രീജനങ്ങൾക്ക് ഈ ഇടുപ്പല്ല് ശക്തമായ രീതിയിൽ ഫിറ്റ് ചെയ്തിട്ടില്ല. മുമ്പൊരു ക്ലാസ്സിൽ നമ്മളത് മറ്റൊരാവശ്യത്തിന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രായം തികഞ്ഞ വലിയ സ്ത്രീകളൊക്കെ ഓടിയിട്ടുണ്ടെങ്കിൽ വീണു പോണത്. ആണുങ്ങളെ പോലെ അല്ല, അവർ വീണു പോകും. പ്രത്യേക പരിശീലനം കിട്ടണം, സ്പോർട്സ് താരങ്ങളെ പോലെ. എന്നാ വീഴൂല. അല്ലെങ്കിൽ ചെറിയ കുട്ടിയാണോ, സ്ത്രീത്വം വെളിപ്പെടാത്ത ചെറിയ പെൺകുട്ടി, അവരോടിയാലും വീഴൂല. നേരെ മറിച്ച് വലിയ സ്ത്രീകളാണെങ്കിൽ ശ്രദ്ധാപൂർവം അല്ലാതെ ഓടിയിട്ടുണ്ടെങ്കിൽ അവർ തട്ടി തടഞ്ഞു വീണിരിക്കും. എന്താ കാര്യം? അവരുടെ ഇടുപ്പല്ല് ലൂസാ. അത് ലൂസാവാതെ കഠിനമായ രീതിയിൽ ഫിറ്റ് ചെയ്താൽ അവിടെ പ്രസവം നടക്കൂല. ചില സംഗതികൾ അങ്ങനെ ലൂസായിട്ടിടണം. നമ്മൾ ഈ റെയിൽവേ ലൈൻ ഒരിക്കലും നല്ല കോൺക്രീറ്റ് പ്രതലത്തിൽ ആണിയൊക്കെ അടിച്ചിട്ട് ഉറപ്പിച്ചു വെക്കൂല. അത് വെക്കാൻ പാടില്ല. വെച്ചാൽ വണ്ടി ഓടുമ്പോൾ പൊളിഞ്ഞുകൊണ്ടിരിക്കും, പ്രശ്നമാവും. നേരെ മറിച്ച് വലിയ വലിയ ബോളറുകൾ നിരത്തി വെച്ചിട്ട് അതിങ്ങനെ സെറ്റാക്കി വെച്ച് അതിൻ്റെ മേലങ്ങനെ ഇട്ടൊക്കെയാണ്. അല്ലാതെ അത് ഉറപ്പിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റു പല പ്രശ്നങ്ങളുണ്ടാകും.
സ്ത്രീയുടെ ഇടുപ്പല്ല അങ്ങനെ വെച്ചത്. അങ്ങനെ തന്നെയെന്നല്ല, ഞാൻ വേഗം മനസ്സിലാക്കാൻ ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഇടുപ്പല്ലിന്റെ വികാസം അവർക്ക് ആവശ്യമാണ്. അതില്ലാതെ വന്നാൽ പ്രസവം സാധാരണഗതിയിൽ അസാധ്യമാകും. അപ്പം സർജറി നടത്തേണ്ടി വരും. കുഞ്ഞിൻ്റെ മിടിപ്പ് കുറയുന്നത് പ്രത്യേകമായൊരു സംഗതിയാണ്. അതേ പൊക്കിൾ കൊടി കഴുത്ത് ചുറ്റിയാൽ ചിലപ്പോൾ സംഭവിക്കും. കുറേ ശ്രമം നടത്തിയിട്ടും പ്രസവം നടക്കാതെ വന്നാൽ ആ സ്ത്രീയുടെ ഈ ഗർഭപാത്രത്തിൻ്റെ സങ്കോച വികാസം കൊണ്ടാണ് ഈ പ്രസവം നടക്കുക. ആരോഗ്യപരമായി ചില പ്രതിസന്ധികളുണ്ടെങ്കിൽ അത് സാധ്യമല്ലാതെ വരും. അപ്പോൾ സർജറി വേണ്ടി വരും. പിന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യം കുറഞ്ഞു, വളർച്ചക്കുറവുണ്ടായി, ചെറിയതായി. അങ്ങനെ വന്നാൽ അതിനിങ്ങനെ ഒരു പ്രത്യേകമായ താളത്തിൽ പുറത്തു വരാൻ കഴിയില്ല. അതിങ്ങനെ ബോധപൂർവം പുറത്തു വരിക എന്നുള്ള അർത്ഥത്തിനൊന്നുമല്ല പറയണത്. എന്നാൽ പോലും അതിൻ്റെ ശരീരവും അതിൻ്റെ ആരോഗ്യവും ഇതിലൊരു പ്രധാനമാണ്. അങ്ങനെ വന്നാൽ പലപ്പോഴും ഇത് സംഭവിക്കാതെ വരും. അപ്പോഴും ഇങ്ങനെ ഈ സർജറി നടത്തേണ്ടി വരും. ഈ ഞാൻ നേരത്തെ പറഞ്ഞ മറുപിള്ള പ്രസവം തടയുന്ന ഘട്ടത്തിൽ വേണ്ടി വരും. ഗർഭാശയത്തിൽ നിന്ന് മറുപിള്ള നേരത്തെ വേർപ്പെടുന്ന ഒരു ഘട്ടത്തിലും പ്രായം കൂടുതലുള്ള അമ്മയ്ക്ക് അവരുടെ ശരീരത്തിൽ ഈ പ്രസവത്തെ അനുകൂലിക്കുന്നതായ ഈ നേരത്തെ പറഞ്ഞ ഈ സങ്കോച വികാസങ്ങൾ കുറവായാലും ഇങ്ങനെയുള്ള കുറേ കാരണങ്ങളാൽ അപസ്മാര സാധ്യത ചില സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ട്. പ്രസവത്തോടനുബന്ധിച്ച് അപസ്മാരം വരും. അങ്ങനെ വന്നാൽ അവർ വേറൊരു ലോകത്താണ്, ബോധമില്ലാതെ കിടക്കുകയാണ്. പ്രസവം നടക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഈ സമ്മർദ്ദം ചെലുത്താനോ പ്രഷർ കൊടുക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല. അപ്പം സ്വാഭാവികമായും സർജറി നടത്തേണ്ടി വരും. ഇങ്ങനെ സങ്കീർണമായ ചില ഘട്ടങ്ങൾ അഭിമുഖീകരിക്കുകയാണെങ്കിൽ വിദഗ്ധരായ ഈ വിഷയത്തിൽ പ്രാവീണ്യമുള്ള ആരോഗ്യരംഗത്തെ ആരെങ്കിലുമൊക്കെ ഇല്ലാതെ വന്നാൽ പ്രസവം സങ്കീർണമാകും, പലപ്പോഴും അസാധ്യമാകും. പലപ്പോഴും കുഞ്ഞോ മാതാവോ മരണപ്പെടും, ചിലപ്പോൾ രണ്ടുപേരും മരണപ്പെടും. ഇങ്ങനെയൊരു സംവിധാനം, ഇങ്ങനെയൊരു പ്രത്യേകമായ അവസ്ഥ വരുമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രത്യേകമായ അവസ്ഥ ഏതു പ്രസവത്തിലും സാധ്യതയുണ്ടെന്നിരിക്കെ ആരോഗ്യരംഗത്ത് വളരെയേറെ പുരോഗതിയുള്ള ഏകദേശം യൂറോപ്യൻ നാടുകളോട് നമ്മുടെ കേരളത്തിലെ പ്രസവ സമയത്തുള്ള ശിശു മരണനിരക്ക് 1000-ന് 6 പേരാണ്. 1000 പ്രസവം നടക്കുമ്പോൾ കഷ്ടിച്ച് 6 കുഞ്ഞുങ്ങൾ മാത്രമാണ് മരിക്കുക. ഇത് വികസിത രാജ്യങ്ങളാകെ യൂറോപ്യൻ നാടുകളോട് തുല്യാണ്. 1000 പ്രസവത്തിൽ 6 കുഞ്ഞുങ്ങളെ ശരാശരി മരിക്കാറുള്ളൂ. ഇത് യൂറോപ്യൻ നാടുകളുടെ കണക്കിനോട് കൃത്യമാണ്. ആ വിധത്തിൽ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സങ്കീർണതകൾ വെച്ച് എന്തെങ്കിലും കൃത്യമായ ബുദ്ധിമുട്ട് ബോധ്യപ്പെടാത്ത സന്ദർഭത്തിൽ പ്രസവം ആശുപത്രിയിലോ അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആരോഗ്യ പ്രവർത്തകരുടെ സാന്നിധ്യത്തിലോ അല്ലാതെ നടത്തുന്നത് പലപ്പോഴും പ്രശ്നമാകും. സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാവും, ആന പ്രസവിക്കണില്ലേ എന്ന്, ആടും പട്ടിയൊക്കെ പ്രസവിക്കുന്നില്ലേ എന്ന്. ഉണ്ട്, നൈസർഗികമായ രീതിയിൽ അതൊക്കെ സംഭവിച്ചു പോകുന്നുണ്ട്. 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മനുഷ്യ സ്ത്രീയുടെ പ്രസവത്തോളം സങ്കീർണമല്ല മറ്റൊരു ജീവികളുടെയും പ്രസവം. ഇൻസ്പ്രയിൽ തന്നെ ഒരു പ്രാവശ്യം മറ്റൊരു ലക്ഷ്യത്തിന് ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ കുഞ്ഞിനെ, ശരീരത്തോട് അപേക്ഷിച്ച് ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്നത് മനുഷ്യ സ്ത്രീയാണ്. ഏറ്റവും വലിയ കുഞ്ഞിനെ 3.5 കിലോ 4 കിലോ ഒക്കെ ഉണ്ടാകും. 45-42 കിലോ കഷ്ടിച്ചുള്ള പെൺകുഞ്ഞിൻ്റെ ഉദരത്തിൽ വളരുന്ന ഗർഭസ്ഥ ശിശുവിന്. ആന വലിയ കുട്ടിയെ പ്രസവിക്കും, പക്ഷെ അതിൻ്റെ ശരീരത്തിൻ്റെ ഭാരമായിട്ട് കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഇത് മനുഷ്യക്കുഞ്ഞ് അതിനേക്കാൾ വലുതാണ്. 100 കിലോ വരെയൊക്കെ വരും കങ്കാരുക്കളുടെ ചില വർഗങ്ങൾ. പക്ഷെ പ്രസവിക്കുന്ന കുഞ്ഞിന് 3 ഗ്രാമേ വലുപ്പമുണ്ടാവുള്ളൂ, തൂക്കമുണ്ടാവുള്ളൂ. 1 സ്പൂണ് കൊള്ളാൻ മാത്രമേ വലുപ്പമുണ്ടാവുള്ളൂ. കങ്കാരുവിന് 100 കിലോ വരെ വരും. അപ്പൊ 100 കിലോ വരുന്ന ഒരു കങ്കാരു പ്രസവിക്കുന്നത് 3 ഗ്രാം തൂക്കമുള്ള കുഞ്ഞിനെ. 1 സ്പൂണിൽ കൊള്ളാൻ മാത്രം കുഞ്ഞിയ ഒരു ഭ്രൂണരൂപത്തെ അത് പതിയെ അമ്മ നനച്ചിടുന്നൊരു വഴിയിലൂടെ കയറി വന്ന് അമ്മയുടെ ഉദരത്തിൽ പ്രത്യേകമായി സംവിധാനിച്ച ആ സഞ്ചിയിലേക്ക് ഇറങ്ങുന്നു. പിന്നീടുള്ള വളർച്ചയൊക്കെ അവിടെയാണ്. ഒരു വലിയ അത്ഭുതമാണത്. ഞാനത് വിശദീകരിക്കല്ല, നമുക്കിന്ന് മറ്റു ചിലത് പറയാനുണ്ട്. ഈ ചെറിയ കുഞ്ഞിന് നേർപ്പിച്ച പാല് കിട്ടണം. ആ
സമയത്തൊരു ചെറിയ സിറിഞ്ച് പോലത്തെ സാധനം ആ കുഞ്ഞിൻ്റെ വായിലേക്ക് പ്രത്യേകമായി ഘടിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ ഡയലൂട്ടായ പാല് ആ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നേർപ്പിച്ച പാല് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് മുൻപ്രസവത്തിലെ കുഞ്ഞവിടെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 മാസവും 4 മാസമൊക്കെ ആയ കുഞ്ഞപ്പുറത്ത്. ആ കുട്ടിയുടെ ചാട്ടവും ഓട്ടവും അവിടെ നിന്നുള്ള കുത്തിമറിച്ചിലും കാരണം ഈ ഭ്രൂണാവസ്ഥയിലുള്ള കുട്ടിക്ക് പരിക്ക് വരാൻ പാടില്ല. അതിൻ്റെ ഇടയിൽ ഒരു ഡിവൈഡർ രൂപപ്പെടുന്നു. ആ കുട്ടി അത്യാവശ്യം വലുതാണ്, ശാരീരിക ക്ഷമത ആവശ്യമായതാണ്. അതുകൊണ്ട് ആ കുട്ടിക്ക് നല്ല പാല് കിട്ടണം, കട്ടിയുള്ള പാല് കിട്ടണം. ആ സമയത്ത് ഒരേ സമയത്ത് ചെറിയ കുട്ടിക്ക് വളരെ നേർപ്പിച്ച പാല് ലഭ്യമാകുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്തിൽ നിന്ന് വലിയ കുട്ടിക്ക് നല്ല ഗാഢമായ കട്ടിയുള്ള പാല് കിട്ടുന്നു. പടച്ച റബ്ബിന്റെ സൃഷ്ടി വൈഭവം കമന്റുമായിട്ട് വരണ്ട. ഇതൊക്കെ പരിണാമശാസ്ത്രം വിശദീകരിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് എന്ത് വിശദീകരിച്ചു? ചില പുസ്തകങ്ങളൊക്കെ വായിച്ചു അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പണ്ടങ്ങാണ്ടൊരു ഗംഗാരു വർഗത്തിന് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നേക്കാം, ഇതാ വിശദീകരണം. ഇങ്ങനെ ഒരു ബ്ലാഡർ രൂപപ്പെടുകയും ഒരു ബാഗ് രൂപപ്പെടുകയും നേരത്തെ പ്രസവിച്ചിട്ട് പിന്നെ ഈ കുഞ്ഞ് അതിൽ വളരണമെന്നും ഏതൊക്കെ ഗംഗാരുക്കൾ യോഗം നേർന്ന് തീരുമാനിച്ചു എന്നോ. എന്തെന്നാ അന്ന് ആടത് തീരുമാനിക്കാതിരുന്നു, കുരങ്ങനത് തീരുമാനിക്കാതിരുന്നു? പറഞ്ഞു തന്നാൽ മതി. ഇത് പരിണാമത്തിന്റെ സാധ്യതകൾ അങ്ങനെ ഉണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടായിരിക്കാം എന്ന് പറയൽ ഒരു മറുപടിയല്ല എന്നുള്ള ഒരു ബോധമെങ്കിലും ഉണ്ടായാൽ മതി. ഇങ്ങനെ ഒരു ജീവിവർഗം സംഭവിച്ചത് പ്രകൃതി നിർദ്ധാരണം വഴിയാണല്ലോ പരിണാമം വരുന്നത്, നാച്ചുറൽ സെലക്ഷൻ. അന്ന് ഈ കങ്കാരുവിൻ്റെ ബാഗ് രൂപപ്പെട്ട അന്ന് പ്രകൃതിപരമായി അങ്ങനെ ഒരു ബാഗ് രൂപപ്പെടേണ്ട ആവശ്യം വന്നുവെങ്കിൽ കങ്കാരുവിന് മാത്രമായിട്ട് അത് സംഭവിക്കില്ല, എല്ലാ ജീവിവർഗത്തിനും ഉണ്ടാവണം. എന്തേ കങ്കാരുവിന് മാത്രം ബാഗ് വന്നു? പരിണാമല്ല ഇപ്പം നമ്മൾ തൽക്കാലം സംസാരിക്കുന്നത്. 100 കിലോ വരെ വരുന്ന ഈ ജന്തുവിൻ്റെ കുഞ്ഞിന് 3 ഗ്രാമാണ് തൂക്കം. അപ്പോ സങ്കീർണത പൊതുവെ മനുഷ്യന്റെ പ്രസവത്തിന് കൂടുതലുണ്ട്. എന്തുകൊണ്ടായിരിക്കണം നാം മനുഷ്യ പ്രസവത്തിന് ഇങ്ങനെ സങ്കീർണത കൂടിയത്? മനുഷ്യന് അള്ളാഹു ബുദ്ധി കൊടുത്തിട്ടുണ്ട്, അവൻ അതുകൊണ്ട് ഓവർകം ചെയ്തോളും. അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. മനുഷ്യന് ക്ഷമ എത്രയുണ്ടെന്ന പരീക്ഷണം സ്ത്രീവർഗവുമായി ബന്ധപ്പെട്ട് അള്ളാഹു അവന്റെ ഹിക്മത്തിൽ പെടുത്തിയിട്ടുണ്ടായേക്കാം. തറപ്പിച്ചു പറയല്ല. അപ്പൊ ആ സ്ത്രീക്ക് ഭൗതികമായും ആത്മികമായും കുറേ ഗുണങ്ങൾ വേറെ കിട്ടും. പാപങ്ങൾ പൊറുക്കാനാകും. ഇതൊരു ശാപം കൊണ്ടാണെന്ന് ഇസ്ലാം സിദ്ധാന്തിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 3-ാം അധ്യായം പരിശോധിക്കുക. ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ഹവ്വ വിലക്കപ്പെട്ട കനി തിന്നതുകൊണ്ട് ദൈവം ശപിക്കുകയാണ്. ഇനി മുതൽ നീ വളരെ പ്രയാസത്തോടുകൂടെ ഗർഭം ചുമയ്ക്കും, വളരെ വേദന സഹിച്ച് നീ കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ഇത് ശാപത്തിന്റെ ഫലമായിട്ടാണ് പ്രസവിക്കുന്നത് എന്നാണ്. അങ്ങനത്തെ പോഴത്തം പരിശുദ്ധ ഇസ്ലാം പറയണില്ല. പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഗർഭത്തിന്റെ ഫലം അവൾക്ക് ദുന്യാവിലും ആഖിറത്തിലും അനുഭവിക്കാൻ പറ്റുന്നു. പ്രസവത്തിന്റെ സങ്കീർണതയിൽ ക്ഷമ കാണിക്കുന്നതിന് അവൾക്ക് പരലോകത്ത് സ്ഥാനമാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. കനി തിന്നതിന് ഇങ്ങനെ ഒരു ശാപം കൊടുത്തു. അപ്പോൾ മനുഷ്യവർഗത്തെ ഭൂമിയിൽ വിന്യസിപ്പിക്കാൻ ദൈവം വിചാരിച്ചിട്ടില്ലേ? ഇതൊരു ശാപത്തിന്റെ ഫലമാണ് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്റെ ജന്മം പോലും ഒരു ശാപത്തിന്റെ അനുബന്ധമാണെന്നല്ല മനസ്സിലാ. അതത്രമേൽ സംഘതാണ് ഈ ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. പോട്ടെ, അങ്ങനെ ശിക്ഷ ആ ഫലം തിന്നു എന്ന അകർമ്മത്തിന് കൃത്യമായി ലഭിച്ചുവെങ്കിൽ ആണിന് ശിക്ഷ കൊടുത്ത് പിന്നെ പറയുന്നുണ്ട്, നീ കഠിനാധ്വാനം ചെയ്ത് ജീവിതം മുന്നോട്ടുണ്ടാവും, നീ ഭാര്യയെയും മക്കളെയും പോറ്റാൻ വേണ്ടി മുള്ളിലും കല്ലിലും പണിയെടുക്കും, നീ വേർപ്പ് ഒലിച്ചുകൊണ്ട് ബുദ്ധിമുട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പാമ്പാണ് പറ്റിച്ചത് എന്ന് ബൈബിൾ പറയുന്നു. ആ പാമ്പിന് ശിക്ഷ കൊടുക്കുന്നുണ്ട്. നീ മണ്ണ് തിന്നും, നീ തല ഒരതികൊണ്ട് നടക്കും, നീ മനുഷ്യന്റെ കുതികാലിൽ കൊത്തും, മനുഷ്യൻ നിന്റെ തല തകർക്കും. അപ്പൊ ഈ പ്രക്രിയയിൽ പങ്കെടുത്ത 3 ആൾക്കും പണിഷ്മെന്റ് കിട്ടി. പിന്നെന്തിനാണ് ഈ പാപം തീർക്കാൻ വേണ്ടി യേശുക്രിസ്തു വന്ന്
എല്ലാവരുടെയും പാപമേറ്റ് കാൽവരിക്കുരിശിൽ മരണപ്പെട്ടത് എന്നുള്ള ചോദ്യം പ്രസക്താണ്. എൻ്റേതല്ല, പല ക്രൈസ്തവ പണ്ഡിതന്മാരും അത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ചോദ്യം. ഫാദർ ബെഞ്ചമിൻ കെൽധാനിയെ പോലെയുള്ള ആളുകൾ, ഫാദർ എസ് ക്യാപ്പനെ പോലെയുള്ള ആളുകൾ. അപ്പൊ ശാപത്തിന്റെ ഫലമല്ല ഇസ്ലാം പറയുന്ന പ്രസവം, അത് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അനിവാര്യമായൊരു സംഗതിയാണ്. എന്നാൽ സങ്കീർണമാണ് മറ്റു ജീവികളെക്കാളും. അതെന്തുകൊണ്ട്? അള്ളാഹു അങ്ങനെ നിശ്ചയിച്ചു. മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കേണ്ടതുണ്ട് എന്നല്ല, മറ്റു ജീവികൾക്ക് നൈസർഗികമായി ഇതങ്ങനെ നടന്നു പോകുക എന്നല്ലാതെ അവർക്ക് അതിൽ ഗുണപരമായ മാറ്റം വരുത്താൻ ബുദ്ധിവൈഭവമല്ല. മനുഷ്യൻ അതുണ്ട്. അതുകൊണ്ട് അവൻ വ്യത്യസ്തങ്ങളായ മെഡിസിൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും, സംവിധാനങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അത് ഉപയോഗപ്പെടുത്തുന്നതിന് മതപരമായി യാതൊരു വിലക്കുമില്ല. അപ്പൊ ആന പ്രസവിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് വളരെ ചെറിയ ഒരു ചിന്തയിൽ നിന്ന് ഉയരുന്നതാണ്. ആനക്ക് പനി വരാറില്ലേ? പ്രസവിക്കാൻ മാത്രമല്ല, ആന പനി വന്നാലും ആശുപത്രി പോവാറില്ല. പട്ടി പ്രസവിക്കാൻ മാത്രമല്ല, കാലൊടിഞ്ഞാലും പട്ടി ആശുപത്രി പോവാറില്ല. ഭയങ്കരമായ തണുപ്പുണ്ടെങ്കിൽ പട്ടി കമ്പിളി കോട്ടെടുത്ത് ധരിക്കാറില്ല. അവറ്റങ്ങൾ നൈസർഗികമായി ജീവിച്ചു പോകാനുള്ള ബുദ്ധിയെ റബ്ബ് കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് മനുഷ്യനെ നമ്മൾ താരതമ്യം ചെയ്യുന്നത് പലപ്പോഴും അപക്വമാകും. ആകയാൽ സങ്കീർണമായി ഘട്ടത്തെ തരണം ചെയ്യാൻ ആവശ്യമാകുമെങ്കിൽ ആശുപത്രികളെ സമീപിക്കാം, ഡോക്ടർമാരെ സമീപിക്കാം എന്നല്ല, എപ്പോഴൊക്കെ ഇത് ആവശ്യമാകുമെന്ന് കൃത്യമായി നമുക്ക് ബോധം വരാത്തതിനാലും നമുക്ക് ജ്ഞാനമില്ലാത്തത് കൊണ്ടും സുരക്ഷിതമായ ഇടങ്ങളിലാകുന്നതാണ് സ്ത്രീയെയും കുഞ്ഞിനെയും സംബന്ധിച്ച് ഈ പ്രസവം എന്ന സംഭവം. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും 100% ആശുപത്രിയെ അല്ലെങ്കിൽ ചികിത്സയെ ഒക്കെ പരിശുദ്ധ ഇസ്ലാം അനുകൂലിക്കുമ്പോഴും ഇസ്ലാം ചികിത്സ എന്നുള്ള ഭാഗം അവിടെ പ്രസംഗിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. ഞാൻ അങ്ങോട്ട് കിടക്കണില്ല. നിങ്ങൾ ചികിത്സിച്ചുകൊണ്ടിരിക്കണം എന്നാണ് അബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന. എന്തുകൊണ്ടെന്നാൽ ഏതൊരു ആരോഗ്യ പ്രശ്നത്തിനും കൃത്യമായ പരിഹാരം പ്രകൃതിയിൽ തന്നെയുണ്ട്, അന്വേഷിച്ചുകൊണ്ട് കണ്ടെത്തൂ എന്നുള്ളതാണ്. ആ പനി വന്നാൽ ചികിത്സിക്കണം, അടിസ്ഥാനപരമായി അതിൻ്റെ ഹുക്മ് സുന്നത്താണ്. ആ ചികിത്സ ഇല്ലാതെ വന്നാൽ, മരണപ്പെടും പോലെയുള്ള ചില സങ്കീർണതകൾ വന്നാൽ നിർബന്ധവുമായി തീരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിന്റെ സംരക്ഷണം പ്രധാനമാണ്, ആത്മാവിന്റെ സംരക്ഷണം വളരെ പ്രധാനമാണ്. എന്തെങ്കിലും രോഗം വന്നു, ചികിത്സിക്കാതെ വന്നാൽ മരണത്തിന് സാധ്യതയുണ്ടെങ്കിൽ ചികിത്സിക്കേണ്ടി വരും. ചില ശരീരഭാഗങ്ങൾ മുറിച്ചു കളയേണ്ടി വരും. ഇപ്പോ ക്യാൻസർ പിടിച്ചു കയ്യിന്റെ വിരലിൽ, അത് മുറിച്ചു കളയാനാണ് പരിഹാരം എന്നുണ്ടെങ്കിൽ ദറൂറത്താണ് ആ ഘട്ടം, മുറിച്ചു കളയണം. അപ്പൊ ശരീരത്തിന്റെ ഒരു ഭാഗത്തെ നശിപ്പിക്കാൻ പറ്റുമോ? സാധാരണഗതിയിൽ പറ്റൂല. ഇങ്ങനത്തെ സ്പെഷ്യൽ സന്ദർഭങ്ങളിൽ അത് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സർജറിക്ക് സമ്മതം കൊടുക്കേണ്ടിയും വരും. പലപ്പോഴും മേജർ സർജറി തന്നെ വേണ്ടിയും വരും. കാരണം ആദ്യം വയറ് പൊളിക്കണം, അടിവയറ്, പിന്നീട് ഗർഭപാത്രം പൊളിക്കണം. ധാരാളം രക്തം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സിസേറിനെ കുറിച്ച് എഴുതിയ ചില ഡോക്ടർമാർ തന്നെയും ഇങ്ങനെയുള്ള ചില സൈഡ് എഫക്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. സിസേറിയനെ കുറിച്ച് അനുകൂലിച്ച് എഴുതിയ ഡോക്ടേഴ്സ് തന്നെ എൻ്റെ മുമ്പിൽ രേഖയുണ്ട്. ഞാനത് കൂടുതലെടുത്ത് വായിച്ച് സമയമെടുക്കുന്നില്ല, നമുക്ക് മറ്റു ചില പോയിന്റുകളിലൂടെ പറയാനുണ്ട്. ഈ സിസേറിയത്തിന് എന്ന് പറയുന്ന സർജറിക്ക് പല വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ചെറുതെങ്കിലുമായതുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ചെറിയ കൂടുതൽ മാരകമല്ലാത്ത സൈഡ് എഫക്റ്റുകൾ പരിഗണിച്ച് അതിന് തയ്യാറാവാതെ വന്നാൽ കുഞ്ഞിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ ജീവൻ അപകടപ്പെടുമെങ്കിൽ തീർച്ചയായും ആ ചെറിയ സൈഡ് എഫക്റ്റിനെ അല്ല പരിഗണിക്കേണ്ടത്, സർജറിയെ തന്നെയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ. ഇത്രയും വ്യക്തമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു സ്ത്രീ അവരുടെ ധൈര്യപ്രകാരം വീട്ടിൽ നിന്ന് പ്രസവിച്ചു എന്ന് സങ്കല്പിക്കുക. അതൊരു മാരകമായ കുറ്റാണോ?
മാരകമായ കുറ്റമാണ്, ഒരിക്കലും അല്ല. ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ? ആശുപത്രിയിൽ നിന്ന് പ്രസവിക്കാവൂ? ഇല്ല. അങ്ങനെയാണെങ്കിൽ കേരളം വിട്ടാൽ ഉത്തരേന്ത്യയിലൊക്കെ വ്യാപകമായ രീതിയിൽ പ്രസവം നടക്കുന്നത് അവരവരുടെ സാഹചര്യങ്ങളിലാണ്. ആശുപത്രി രംഗം ഇത്രമേൽ വികസിച്ചിട്ടില്ല, ഇത്രമേൽ വ്യവസ്ഥാപിതമല്ല, ഇത്രമേൽ വലിയൊരു വ്യവസായമായിട്ട് അവിടെ മാറിയിട്ടില്ല. ഒക്കെ പറയണല്ലോ. കുഞ്ഞു വാക്കുകൾ കൊണ്ട് കവിതയുടെ ആശയപ്രപഞ്ചം സൃഷ്ടിച്ച കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുന്ന അനശ്വര കവി ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസവത്തെക്കുറിച്ച് 2 വരി പാടിയിട്ടുണ്ട്. 4 പദം മാത്രം. പക്ഷെ നിലവിലുള്ള ആശുപത്രിയിലൊക്കെ നടക്കുന്ന കുറേ അധർമ്മങ്ങളെ ആ ഒരൊറ്റ 4 പദമുള്ള 2 വരി കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അന്ന് പേറ് ഇന്ന് കീറ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് പേറ് ഇന്ന് കീറ്. ഈ സിസേറിയൻ സർജറി പരിധി വിട്ട് വർദ്ധിച്ചു വരുന്നില്ലേ? ഉണ്ട്, വർദ്ധിച്ചു വരുന്നുണ്ട്. അതിന് ചില ധാർമ്മിക കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ പ്രസവത്തിലെ സങ്കീർണത നേരാവണ്ണം കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായപ്പോൾ സർജറി കൂടുന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ അല്ലാതെയും കുറേ സർജറികൾ വരുന്നുണ്ട്. പലപ്പോഴും നമ്മൾ റിപ്പോർട്ടുകൾ അത് സംബന്ധമായി കാണുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടറുടെ ലീവിന് വേണ്ടിയിട്ട് പ്രസവത്തിന് അഡ്മിറ്റായ എല്ലാ സ്ത്രീകളെയും തുരുതുരാ സർജറി നടത്തിയ റിപ്പോർട്ടൊക്കെ വന്നു. അങ്ങനെ ചില അധർമ്മങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കണില്ലേ? ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ ഞാൻ ആശുപത്രിയിലേക്ക് പോകുന്നില്ലെന്നങ്ങോട്ട് തീരുമാനിച്ചാൽ അതൊരു ക്രിമിനൽ കുറ്റമായിട്ട് വർദ്ധിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ സംസാരിക്കണം. ഒരു പ്രാവശ്യം ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ചിട്ട് പിന്നെ ഇനി ഞാൻ ആശുപത്രിയിലേക്ക് പോകില്ല എന്നറിയുന്ന കുറേ സ്ത്രീകളുണ്ട്. അവരെ പഠിക്കാനും എന്തുകൊണ്ട് എന്ന് പരിശോധിക്കാനും അവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും ഗവൺമെൻറ് തലത്തിലും ആരോഗ്യ വകുപ്പിൻ്റെ തലത്തിലും സംവിധാനങ്ങൾ വേണം. തൻ്റെ ആത്മാഭിമാനം ആരുടെ മുമ്പിലും പണയപ്പെടുത്തില്ലെന്നൊരു പെണ്ണിന് തീരുമാനിക്കാൻ പറ്റില്ലേ? ഉണ്ട്. തൻ്റെ നഗ്നത ഒരാണിൻ്റെയും മുന്നിൽ അനാവരണം ചെയ്യില്ലെന്ന് പെണ്ണിന് തീരുമാനിച്ചുകൂടെ? പറ്റും. പലപ്പോഴും ആശുപത്രിയിൽ പുരുഷ ജീവനക്കാർ ലേബർ റൂമിൽ പ്രവർത്തിക്കുന്നു. അത് പല ആളുകൾക്കും സഹിക്കാൻ പറ്റാത്തയാകുന്നു. വീട്ടിൽ നിന്ന് പ്രസവിച്ചാലും കുഴപ്പമില്ല, ആശുപത്രിയിലേക്ക് പോകൂലെന്ന് അവർ തീരുമാനമെടുക്കുന്നു. ഇപ്പോൾ പ്രമാദമായ പ്രസവ സംബന്ധമായി മരണപ്പെട്ട ആ ഒരു സ്ത്രീയുടെ കാര്യം എടുക്കുക. അവിടെ ഫോട്ടോ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പാടില്ലാത്തതാണ്. അവരുടെ പേരും പറഞ്ഞുകൊണ്ട് പലപ്പോഴായിട്ട് 5 പിഞ്ഞു മക്കളുണ്ട്. ഇപ്പൊ പ്രസവിച്ച ആ കുട്ടിക്ക് പക്വത വന്നിട്ടില്ല. ബാക്കിയുള്ളവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്ന പ്രായത്തിയിട്ടുണ്ട്. അവരുടെ ഉമ്മയാണ്. ഉമ്മ മരണപ്പെട്ട വലിയ സങ്കടം അവർക്കുണ്ട്. ഒപ്പം കാരണം എന്തായാലും അവരുടെ പിതാവ് ജയിലിലുമാണ്. ഈ ഒരു സമ്പൂർണ്ണ അനാഥത്വത്തിൻ്റെ വിഷമവും പേറി നടക്കുന്ന അവരെ നിരന്തരമായി കൊത്തി വലിച്ചുകൊണ്ട് ചാനലുകളിൽ ഈ സ്ത്രീയുടെ ഫോട്ടോ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സ്ത്രീയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു. അത് സ്ത്രീവിരുദ്ധതായിട്ട് ആരും കാണുന്നില്ല. ആ സ്ത്രീയുടെയും കുടുംബത്തിനും മാനഹാനി ഉണ്ടാകുന്നത് ആരും പരിഗണിക്കുന്നില്ല. പണ്ടങ്ങാണ്ടൊരു സ്ത്രീയുടെ ചില സ്വഭാവത്തെക്കുറിച്ച് ആരൊക്കെയോ പറഞ്ഞത് അവരെ മാനം കെടുത്തി, അവരെ അഭിമാനം ചോദ്യം ചെയ്തു എന്നും പറഞ്ഞിട്ട് വ്യാപകമായി കത്തിച്ചു നിർത്തിയവരാണ് ഈ ചാനലുകാരൊക്കെ. മാന്യതയും മിതത്വവും എല്ലാവർക്കും ബാധകമാണ്. അത് ചില ആളുകൾ മാത്രം ചെയ്യേണ്ടതല്ല. ദീന് പറയുന്ന ആളുകൾ മാത്രം മിതത്വം വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവരുത്, അത് പറയരുത് ഇത് പറയരുത് എന്നുള്ള നിരന്തരമായ വിലക്കുകളിൽ മൂടി നിന്നാൽ പോരാ. പിതാവ് ജയിലിലും മാതാവ് വളരെ സങ്കടകരമായ രീതിയിൽ മരണപ്പെടുകയും ചെയ്ത 5 പിഞ്ചു മക്കളുണ്ട്. അവരുടെ ആത്മാഭിമാനം ആർക്കും ഒരു പ്രശ്നമല്ല, കൊത്തി വലിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്ത്രീ തന്നെയും 2 പ്രാവശ്യം ആദ്യത്തെ തൻ്റെ 2 പ്രസവവും നടത്തിയത് ഹോസ്പിറ്റലിലാണ്. എന്നിട്ട് അവർ പറഞ്ഞു എന്നാണ് ഭർത്താവ് പറയണത്, ഇനി ഞാൻ മേലാൽ ആശുപത്രിക്ക് പോകൂല. നമുക്കറിയില്ല, നമ്മളവിടെ ഉണ്ടായിട്ടില്ല. ഭർത്താവ് പിന്നീട് പറഞ്ഞതാണോ നമുക്കറിയില്ല, ഒന്നും പറയാൻ പറ്റില്ല. അവർ മാത്രമല്ല, വേറെ കുറേ സ്ത്രീകൾ അങ്ങനെയുണ്ട്. ഒരു വട്ടം ആശുപത്രിയിലേക്ക് പോയി, ആരോഗ്യവും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സുരക്ഷിതത്വമൊക്കെ പരിഗണിച്ച്, പക്ഷെ പിന്നീട് അവർക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. പരിഹാസം ധാരാളം വരുന്നു. അവിടെയുള്ള ജീവനക്കാർ ഇന്നയാൾ ഇന്ന രീതി പരിഹസിച്ചു എന്ന് പറയാനൊന്നും പറ്റില്ല.
എന്തേ ഇതൊന്നും സെക്സ് നടക്കുന്ന സമയത്ത് നിനക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ, അപ്പം നന്നായിട്ട് എൻജോയ് ചെയ്തില്ലേ എന്നൊക്കെ പച്ചക്ക് പരിഹസിക്കുന്ന ചില സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അത്രേ ഇപ്പത്തേക്ക് അരച്ചിലും പിടിച്ചിലും എന്തേ എനിക്ക് അപ്പം ഓർമ്മ ഉണ്ടായിരുന്നില്ലായിരുന്നു. ഒരു 2, 3, 4 ഒക്കെ പ്രസവത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് നീ എന്താ മൊയലാണോ എന്നൊക്കെ ചോദിച്ച് പ്രസവ സന്ദർഭത്തിൽ സങ്കീർണമായി മനസ്സും ദുഃഖം ചേർന്ന് വേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയോട് വല്ലാതെ അപഹസിക്കുന്നവരുണ്ട്. അത്രേ ആണുങ്ങളുടെ സാന്നിധ്യം, ഇതുപോലെയുള്ള അപഹാസങ്ങൾ, മറ്റു രീതിയിലുള്ള പല പല പരിഹാസങ്ങൾ, ഇതെല്ലാം സഹിക്കാൻ എനിക്ക് സന്നദ്ധമല്ല. ഞാൻ എന്നും തീരുമാനിച്ച് ഏതെങ്കിലും ഒരു പെണ്ണ് വീട്ടിൽ നിന്നോ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയോ പ്രസവിക്കുമ്പോൾ അതൊരു ക്രിമിനൽ കുറ്റാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണ്ടേ? അതൊരു കുറ്റമാണെങ്കിൽ ഇന്ത്യയിൽ കേരളയുടെ വിട്ടുകഴിഞ്ഞാൽ മിക്ക സ്റ്റേറ്റിലും വ്യാപകമായ രീതിയിൽ നടക്കുന്നുണ്ട്. അവരൊക്കെ കുറ്റക്കാരാവേണ്ടതല്ലേ? സങ്കീർണതയ്ക്ക് സാധ്യതയുണ്ട്, അപകടം സാധ്യത ഒക്കെ ഉണ്ട്. ആ അപകട സാധ്യതയെക്കാളും ഇത്തരം അപമാനപ്പെടുത്തൽ പ്രയാസമായി അനുഭവപ്പെടുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് തൻ്റെതായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഈ സംഗതി നിർവഹിച്ചുകൂടാ? അതിനാരെങ്കിലും ഒരാൾ സഹായം ചെയ്താൽ അവരെ കൂടെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ സാധ്യതയെക്കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കണ്ടേ? അല്ലെങ്കിൽ ആദ്യം ഒരു നിയമം വരണം, ആരും വീട്ടിൽ പ്രസവിക്കരുത്, ആരും വീട്ടിൽ പ്രസവിക്കുന്നവരെ സഹായിക്കരുത്, ആരും വീട്ടിൽ പ്രസവിക്കുന്നവിടത്തേക്ക് സഹായത്തിന് പോകുന്ന സ്ത്രീകളെ ആ വീട്ടിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വാഹനത്തിൽ ഇറക്കി കൊടുക്കരുത്. അതാണ് ആ സ്ത്രീയുടെ മകൻ ചെയ്ത തെറ്റായിട്ട് പറയണത്. ആ സ്ത്രീയുടെ മകൻ ചെയ്ത തെറ്റായിട്ട് അതാണ് പറയണത്. ആ ഉമ്മയെ ഈ പെണ്ണിന് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇറക്കി കൊടുത്തു. അങ്ങനെ ഒരു നിയമം ആദ്യം വന്നിട്ട് ആ നിയമം ലംഘിക്കുകയാണെങ്കിൽ മറ്റു പ്രശ്നങ്ങളിലേക്കൊക്കെ കടക്കുന്നത് മാന്യമായി പറഞ്ഞാൽ ഒരു മര്യാദയാണ്. ഞാൻ ഏതെങ്കിലും വ്യവഹാരങ്ങളെ ചോദ്യം ചെയ്യല്ല. മനുഷ്യരെല്ലാവരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം വാർത്തകൾക്ക് ചുവടിൽ കമന്റുകളായി വന്നുകൊണ്ടിരിക്കുന്ന ചില അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു. അതൊരു സങ്കീർണമായ പ്രശ്നമാണെന്നുള്ളതൊക്കെ, ആശുപത്രിയിൽ പോകണം എന്നതും ഓക്കെ, അതൊക്കെ ഞാൻ അതുവരെ പറഞ്ഞല്ലോ. എന്നാലും ആരെങ്കിലും ഒരാൾ ഇത്തരം ചില പ്രയാസങ്ങൾ ഓർത്തിട്ട് ആശുപത്രിയിലേക്ക് പോവാതെ ഇത് കൈകാര്യം ചെയ്താൽ അത് ഇത്രമേൽ മാരകമായൊരു വിഷയമായി മാറേണ്ടതുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കണം. ഈ വീട്ടിൽ പ്രസവിച്ച് വിവാദ ആയ ആ സ്ത്രീ തന്നെയും പ്രസവിച്ചതല്ലായിരുന്നു പ്രശ്നം, പിന്നീടുണ്ടായ ബ്ലീഡിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അത്തരം സങ്കീർണതകൾ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് വിദഗ്ധരുടെ സാന്നിധ്യത്തിലാവണം എന്ന്. ഗർഭപാത്രം ചുരുങ്ങാത്തൊരവസ്ഥ ഉണ്ട്. ഗർഭപാത്രം ചുരുങ്ങാതെ വന്നാൽ 1 മിനിറ്റിൽ 250 ml ബ്ലഡ് പുറത്തു വന്നുകൊണ്ടിരിക്കും. 1 മിനിറ്റിൽ 250 ml. 10 മിനിറ്റ് ആകുമ്പോഴേക്ക് 2.5 ലിറ്റർ പുറത്തു വരും. 10 മിനിറ്റ് ആകുമ്പോഴേക്ക് 2.5 ലിറ്റർ ബ്ലഡ് പുറത്തു വരും. 1 മണിക്കൂറാകുമ്പോഴേക്ക് എത്ര വരും ആലോചിച്ച് നോക്കൂ. ആ സ്ത്രീയുടെ ശരീരത്തിൽ പുറത്തു വരാൻ ബ്ലഡ് ഇല്ലാതെ വരും. നമ്മൾ കേട്ടത് ശരിയാണെങ്കിൽ, വായിച്ചത് ശരിയാണെങ്കിൽ പ്രസവാനന്തരം ഈ സ്ത്രീ 3 മണിക്കൂർ ബ്ലീഡിങ്ങുമായി നിന്നു എന്നാണ്. എത്ര ബ്ലഡ് പോയിട്ടുണ്ടാകും? ആ സമയത്ത് ആദ്യഘട്ടത്തിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയതൊരു ചെറിയ ആശുപത്രിയിലേക്ക്, വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയ ആശുപത്രിയിലേക്ക് അവരെത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നുള്ള ചർച്ച ഒന്നും ഉണ്ടാവില്ലായിരുന്നു. വീട്ടിൽ നിന്ന് പ്രസവിച്ചു, ബ്ലീഡിങ് വന്നു, ആശുപത്രിയിൽ വന്നു, അവർ ട്രീറ്റ് ചെയ്തു, സ്വാഭാവികമായും അത് പരിഹരിച്ചുവെങ്കിൽ പരിഹരിച്ചു. അപ്പോൾ പ്രസവമാണ് അവിടെ പ്രതിയായത്? സത്യത്തിൽ അല്ല, അനന്തര ബ്ലീഡിംഗ് ആണ്. ആ ബ്ലീഡിങ്ങിന് നിന്നുകൊടുത്തു. അത് പോരോളം 3 മണിക്കൂർ വെച്ച് താമസിപ്പിച്ചു. ഇതൊക്കെ കുറ്റകരമായ അനാസ്ഥയാണ്, പാടില്ലാത്തതാണ്. അത് ഏത് മതക്കാരൻ ചെയ്താലും ഏത് ജോലിക്കാരൻ ചെയ്താലും തെറ്റാണ്. ഒരു സ്ത്രീ മരിക്കാൻ ഇങ്ങനെ പോവാ, വിട്ടുകൊടുക്കാൻ പറ്റുമോ? വിട്ടുകൊടുക്കാൻ പറ്റുമോ? അവർക്ക് ഇഷ്ടമല്ല എന്ന് കരുതിയാൽ പോലും വിട്ടുകൊടുക്കാൻ പറ്റുമോ? ബ്ലീഡിങ് വിധം വരുമ്പോൾ ഗർഭപാത്രം ചുരുങ്ങാതിരുന്നാൽ മിനിറ്റിൽ 250 ml ബ്ലഡ് വരുന്നതാണല്ലോ കണക്ക്. ഞാൻ പറഞ്ഞു, ഒരാൾ പാമ്പ് അടിച്ചു, അയാൾ ഇങ്ങനെ കിടക്കുകയാണ്, ആക്സിഡന്റ് മരിച്ചു കിടക്കുകയാണ്, അങ്ങനെ മരിക്കാൻ വിടാൻ പറ്റുമോ? മരിക്കാൻ വിടാൻ പറ്റൂല. അവരുമായി ഏറ്റവും നല്ല വിദഗ്ധമായ ചികിത്സയിലേക്ക് എത്തണം. ഓരോരുത്തരും ബാധ്യതയാണത്. ഒരാൾ ആക്സിഡന്റ് പറ്റി അങ്ങനെ കിടക്കണ്, നമ്മളെ പെട്ട ആളൊന്നുമല്ല, എൻ്റെ കുടുംബമല്ല, എൻ്റെ മോനും അല്ല, കിടക്കട്ടെ അവിടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇസ്ലാം അനുവദിക്കണില്ല. മാനവികതയുടെ മതം, സ്നേഹത്തിന്റെ മതം, സ്നേഹവായ്പിന്റെ മതം, സേവനത്തിന്റെ മതം, ആർദ്രതയുടെ മതം സമ്മതിക്കണില്ല. കൊണ്ടുപോകണം ഓരോരുത്തരും. ഒരുത്തം പട്ടിണി കിടന്ന് മരിക്കാൻ പോവാണ്, നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ?
മയാസീറുൽ മുസ്ലിം, മുസ്ലിം സമ്പന്നന്മാർ. സമ്പന്നന്മാർ എന്നൊക്കെ പറയുമ്പോൾ 1000 കോടി വർഷാന്ത വരുമാനമുള്ളവരെ പറ്റിയൊന്നുമല്ല പറയണത്, വീട്ടിൽ അരിയുള്ളവര് എന്ന്. ഈ കേസിൽ ഒരുത്തൻ പട്ടിണി കിടക്കുന്നു, അവൻ്റെ മക്കളും അവൻ വലിയ ദുരന്തത്തിലാണ്. വലിയ സമ്പന്നം വരട്ടെ, 1000 കോടി വിറ്റുവരവുള്ള കച്ചവടക്കാരൻ വരട്ടെ എന്നാണോ? അല്ലല്ല. വീട്ടിൽ അന്നേരത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഇത്തിരി ഭക്ഷണമുള്ളവന് ആ കുടുംബത്തെ സഹായിക്കൽ നിർബന്ധമാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്തു പറഞ്ഞാലും, അത് ഇഴവനായാലും പറയനായാലും പുലയനായാലും ഹൈന്ദവ മതത്തിലെ ഏത് വർഗമായാലും ഇനി ഏത് മതക്കാരനായാലും മതമില്ലാത്തവനായാലും മനുഷ്യനെന്ന രീതിയിൽ ആ ദൗത്യം നിർവഹിക്കാൻ വിശ്വാസി ബാധ്യസ്ഥനാണ്, വിശ്വാസിക്ക് നിർബന്ധമാണ്. അപ്പോൾ സ്വന്തം ഭാര്യ ബ്ലീഡിങ്ങുമായിട്ട് ഇങ്ങനെ കടന്ന് പടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഹോസ്പിറ്റലിൽ എത്തിക്കണം, അതിന് ചികിത്സ കിട്ടുന്ന സംവിധാനങ്ങളിൽ എത്തിക്കണം. ഇങ്ങനത്തെ ചില അപവാദങ്ങൾ സംഭവിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ വീട്ടിൽ പ്രസവിച്ചാൽ അതൊരു ഭയങ്കരമായ ക്രിമിനൽ കുറ്റമായി വിലയിരുത്തണമെങ്കിൽ അതിൻ്റെ ന്യായോക്തികൾ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഒരു നിയമം നിലവിൽ വേണ്ടേ? വീട്ടിൽ പ്രസവിക്കരുത് എന്നൊരു നിയമം നിലവിൽ വേണ്ടേ? അങ്ങനെ നിലവിലുണ്ടെങ്കിൽ മാത്രമേ ഇതൊരു നിയമലംഘനമായിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. വീട്ടിൽ പ്രസവിച്ചുകൊണ്ടിരിക്കണം എന്നല്ല ഞാൻ പറയണത്. ഇവിടെ മാത്രം മുറിച്ച് കലാപുണ്ടാക്കാൻ ശ്രമിക്കരുത്. നിയമം അങ്ങനെ രേഖപ്പെടുത്താത്ത സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ അതുകൊണ്ട് മാത്രം വലിയ ക്രിമിനൽ പ്രശ്നമാക്കാൻ പറ്റുമോ? കുഞ്ഞുണ്ണി മാഷ ഞാൻ ഉദ്ധരിച്ചു, അന്ന് പേറ് ഇന്ന് കീറ്. ഇത് വ്യാപകമാണെന്ന് മെഡിക്കൽ രംഗത്തുള്ളവർ തന്നെ പറയുമ്പോൾ, ലോകാരോഗ്യ സംഘടന പോലും അത്യാവശ്യത്തിന് മാത്രമേ സിസേറിയൻ നടത്താവൂ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട്? സ്വാഭാവികമായി നൈസർഗികതയിൽ നിന്ന് മാറുന്നു. സർജറി നടന്നൊരു സ്ത്രീ, അവൾക്ക് നട്ടെല്ലിന് പെയിൻ വരുമെന്ന് ആരോപണങ്ങളുണ്ട്. കൃത്യമായി അതിന്റെ വസ്തുത എനിക്കറിയില്ല. മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുമുണ്ട്. പെട്ടെന്ന് തന്നെ സാധാരണ ജീവിതത്തിലേക്ക് വരാൻ പറ്റില്ല നോർമൽ ഡെലിവറിയെ അപേക്ഷിച്ച് എന്നത് ഒരു വസ്തുത മാത്രമാണ്. 6 മാസത്തോളം പല പ്രശ്നങ്ങളുണ്ടാകും, 1 വർഷത്തോളം കുറേ നിയന്ത്രണങ്ങൾ വേണ്ടി വരും. പല ആശുപത്രിക്കാരും ഇതൊരു വലിയ ബിസിനസ്സായിട്ട് കണ്ട് ഇത്ര പ്രസവം സിസേറിയൻ ആവണമെന്ന് ഡോക്ടർമാർക്ക് ടാർഗറ്റ് കൊടുക്കുന്ന ആരോപണമുണ്ട്. വേറെ കുറേ ആളുകളുണ്ട്, ഒന്ന് വേദന സഹിക്കാൻ വയ്യ, അതുകൊണ്ട് സുഖപ്രസവം എന്ന് പറഞ്ഞ് സിസേറിയന് പോവുക. യൂറോപ്യൻ നാട്ടിലൊക്കെ സിസേറിയനെ കുറിച്ച് സുഖപ്രസവം എന്നാണ് അർത്ഥം പറയൽ. ബോധം കെട്ട് കടന്നെടുത്താൽ മതി, പ്രസവം അങ്ങനെ ഡോക്ടർ നടത്തിക്കോളും. മറ്റു ചില വിശ്വാസങ്ങൾ സിസേറിയൻ വർദ്ധിപ്പിക്കുന്നുണ്ട്. എങ്ങനെ? ഇന്ന നാള് ഇന്ന നക്ഷത്രം അസമയത്ത് പ്രസവിച്ചാൽ പിന്നെ വലിയ മഹത്വം, വലിയ പുരോഗതി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഡോക്ടറോട് പ്രത്യേകം പറയും, പ്രസവം ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ നടന്നാൽ ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് വിടരുത്, നടത്തണം സർജറി എന്ന്. സ്ത്രീയും അതിന് സന്നദ്ധയാണ്, കുടുംബവും അതിന് സന്നദ്ധയാണ്. ഇന്ന നാളിൽ ജനിച്ചു. ചൊവ്വാദോഷമൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. കല്യാണം നടക്കാതെ അങ്ങനെ ജീവിക്കും കുറേ സാധു മനുഷ്യർ. 38 ആയിട്ട് കെട്ടിക്കൂല, 40-45 ആയിട്ട് കല്യാണം നടക്കൂല. എന്തേ കാര്യം? ജാതകപ്രകാരം ചൊവ്വാദോഷാണ്. മനുഷ്യൻ ചൊവ്വയിൽ പോകാൻ നിൽക്കുമ്പോൾ ഇവിടെ ചൊവ്വാദോഷം കാരണം കല്യാണം മുടങ്ങുകയാണ്. അപ്പൊ ആ ദോഷത്തിലേക്ക് കുട്ടി എത്തരുത്, അതുകൊണ്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം, ഇവിടെ വെച്ച് കട്ട് ചെയ്യണം. ഇങ്ങനെ നിർബന്ധിപ്പിക്കുന്നവരുണ്ട്. ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സംബന്ധമായി നിരവധി ലേഖനങ്ങളുണ്ട്. യൂറോപ്പിലൊക്കെ പിന്നെ സുഖപ്രസവത്തിന് വേണ്ടി ഒരു കുട്ടിയൊക്കെയാണ് ആവശ്യം, അതവർ സർജറി നടത്താൻ പറയും. എന്നാൽ പിന്നെ ഒന്നും അറിയണ്ട, ഒരു വേദന അറിയണ്ട, ഇങ്ങനെ കടന്നാൽ മതി, ബോധം കെട്ട് കടന്നു കൊടുത്താൽ മതി. ബോധം കെടൽ ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോഴാണ്. സാധാരണഗതിയിൽ സ്പൈനൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ബോധം കെടൂല. ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ധാർമ്മികമായ ചില സംഗതികൾ, പുരുഷ സാന്നിധ്യം, പരിഹാസം പോലെയുള്ള ചില ആത്മവേദന ഉണ്ടാക്കുന്ന സംഗതികൾ, സർജറി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ആശുപത്രി ധനാഗമന മാർഗങ്ങളായി സർജറിയെ കണ്ട് ഈ അന്യ സ്ത്രീയുടെ ആരോഗ്യം നശിപ്പിച്ച് കീറി വേദനിപ്പിച്ച് നടത്തുന്ന ചില പ്രശ്നങ്ങൾ, സാമ്പത്തികമായി കഴിവില്ലാത്ത ചില ആളുകൾ. സ്വാഭാവികമായും കേരളത്തിലൊക്കെ അതങ്ങനെ പറഞ്ഞുകൂടാ. കാരണം പ്രൈവറ്റ് ആശുപത്രികൾക്ക് സമാനം
അത്ര തന്നെയോ അതിലേറെ മിടുക്കമുള്ള കുറേ ഗവൺമെൻറ് ആശുപത്രികളുണ്ട്. അവിടെ വലിയ ചിലവൊന്നും വരില്ല. ഇങ്ങനെ കുറേ കാരണങ്ങളാൽ ചിലരെങ്കിലും ചില കുടുംബമെങ്കിലും, അതിന് മതത്തിൻ്റെ വിഷയമൊന്നുമില്ല അവിടെ. ഇസ്ലാമിൻ്റെ രീതിയാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്, ഞാൻ പഠിച്ചെടുത്തോളം. മതത്തിൻ്റെ വിഷയമൊന്നും അവിടെ ഇല്ലേ. പലരും ഹോം ഡെലിവറിയെ തെരഞ്ഞെടുക്കുന്നു. അപൂർവമായിട്ട്, 1% പോലും കാണൂല കേട്ടോ. പറഞ്ഞു വലുതാക്കണ അത്ര ഒന്നുമില്ല. അത് ക്രിമിനൽ കുറ്റമാണെന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ചാനലുകാരുടെയും ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെയും ഇരട്ടത്താപ്പ്. വീട് പ്രസവം കൊണ്ട് നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിച്ച സ്ത്രീ മരിച്ചതിൻ്റെ കൃത്യം 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരൂരങ്ങാടിയിലെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയിൽ പ്രസവം നടത്തിയിട്ട് അവർ നൽകിയ മെഡിസിൻ്റെ ഡോസ് കൂടിയത് കൊണ്ടാണ് എന്നാണ് ഞാൻ ചില ഇതിൽ വായിച്ചത്. അല്ലാഹു അലം. ഒരു സ്ത്രീ മരിച്ചു, മുസ്ലിം സ്ത്രീ തന്നെ. അവർ മരിച്ചു. ആ മരിച്ച വാർത്ത സിറാജ് പത്രത്തിൽ മാത്രമേ വന്നുള്ളൂ. ഒരു സാമുവൽ എന്ന് പറയുന്ന അമുസ്ലിമായ ഒരു വ്ളോഗർ അതേക്കുറിച്ച് 10 മിനിറ്റുള്ള ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു വ്ളോഗ് പുറത്തിറക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയണത്, അദ്ദേഹം പറഞ്ഞത് എടുത്തോളം, ഞാൻ എല്ലാ പത്രമൊന്നും ശ്രദ്ധിക്കാറില്ല, ആവശ്യമുള്ളത് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ. അദ്ദേഹം പറഞ്ഞത് പ്രകാരം അദ്ദേഹം കേരളത്തിൽ ഇറങ്ങുന്ന എല്ലാ മലയാള പത്രങ്ങളും പരിശോധിച്ചു. സിറാജ് എന്ന് പറയുന്ന പത്രത്തിൽ മാത്രമേ ആ വാർത്ത പോലും വന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയണത്. എന്തുകൊണ്ടാണ് അതൊരു വാർത്തയല്ലാതാവുന്നത്? എന്താ ആ കുട്ടിയുടെ സങ്കീർണതകൾ ആരും പരിഗണിക്കണ്ടേ? ആ കുട്ടിക്കും ജീവിക്കാൻ കൊതിയില്ലായിരുന്നു? ആ സ്ത്രീയുടെ ഭർത്താവിനും അവരുടെ മരണം വലിയ ആഘാതാവൂലേ? അവർക്ക് മക്കളുണ്ടെങ്കിൽ അവർക്കും വലിയ പ്രശ്നമാവൂലേ? ആശുപത്രിയിൽ നിന്ന് ഡോസ് കൂടിയ ഒരൊറ്റ കാരണത്താൽ ആ സ്ത്രീയുടെ ഗർഭം വല്ലാതെ പ്രയാസപ്പെടുകയാണ്. ഉടനെ തന്നെ അവർ സർജറി നടത്തുകയാണ്. എന്നിട്ട് വേഗം കൊണ്ടുപോയിക്കോളും മെഡിക്കൽ കോളേജിലേക്ക് എന്ന് പറയാണ്. മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ സ്ത്രീ മരണപ്പെടുകയാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ സാമുവലിൻ്റെ വ്ളോഗിൽ അയാൾ ആശുപത്രിയിൽ നിന്ന് മരിച്ച കുറേ സ്ത്രീകളുടെ ഫോട്ടോയും റിപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ആശുപത്രിയിൽ നിന്നും മരണം സംഭവിക്കും നമുക്കറിയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് പോയിട്ട് മാവൂർ റോട്ടിലേക്കൊന്ന് നീട്ടി നോക്കുക, 10-40 ആംബുലൻസ് അങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഡോക്ടർക്ക് പുതിയാപ്പിള പോവാനല്ലത്, അത് നിയമവിരുദ്ധാണ്. പിന്നെ മരിച്ചവരെ കൊണ്ടുപോവാനാണ്. അള്ളാഹു നിശ്ചയിച്ച കൃത്യമായ സമയത്ത് മരണം സംഭവിക്കും. പ്രസവത്തിലും രോഗം വന്നാലും ഒരു രോഗവും ഇല്ലാതെയും ഒക്കെ അത് സംഭവിക്കും. ആശുപത്രിയിൽ സ്വാഭാവികമായിട്ട് കുറയാനുള്ള സാധ്യത ഉണ്ട് മരണം, പ്രസവമായാലും അല്ലെങ്കിലും. ആശുപത്രിയിൽ വെക്കാതിരുന്നാൽ അത് കുറച്ചുകൂടെ സങ്കീർണമാവും എന്നതും യാഥാർത്ഥ്യമാണ്. അങ്ങനെയൊക്കെ ആകുമ്പോഴും എന്തുകൊണ്ട് ഈ സ്ത്രീ മരണപ്പെട്ടു എന്ന് കൃത്യമായൊരു അന്വേഷണം വരാത്തതും നടപടികൾ എടുക്കാത്തതും? ശമ്പളം വാങ്ങുന്നവരല്ലേ, ശ്രദ്ധാപൂർവമല്ലേ ഇത് ചെയ്യേണ്ടത്? ശമ്പളം വാങ്ങുന്നവരല്ലേ, അനസ്തേഷ്യ കൊടുക്കുമ്പോൾ എത്ര ഡോസ് വേണമെന്നവർക്ക് അറിയണ്ടേ? അറിയില്ലെങ്കിൽ ഈ ഏർപ്പാടിന് നിൽക്കാൻ പറ്റുമോ? 2 രീതിയിൽ സമീപനം നടത്തുന്ന ഈ ഒരു സ്വഭാവം കേരളത്തിൽ പത്രമാധ്യമങ്ങൾക്കുണ്ട്, ചാനലുകൾക്കുണ്ട്, ഉദ്യോഗസ്ഥ വൃന്ദത്തിനുണ്ട്. പ്രത്യേകിച്ച് ഈ സൊസൈറ്റി, മുസ്ലിം സൊസൈറ്റിയിൽ എന്തെങ്കിലും പുഴുക്കുത്ത് കണ്ടാൽ വ്യക്തിനിഷ്ഠമായിരിക്കും. ചിലപ്പോൾ ആ കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമായിരിക്കും. ഇസ്ലാമോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളോ അത് പറഞ്ഞതേ ആയിരിക്കൂല. ഇപ്പോൾ കൊളത്തൂരിൽ ഏതാനും വർഷം മുന്നേ മരണപ്പെട്ട ഒരാളുടെ ഡെഡ് ബോഡി സൂക്ഷിച്ചു ആ കുടുംബം. അവരേതോ ഒരു പ്രാകൃത, ഏതോ ഒരു അന്ധവിശ്വാസികളായിരുന്നു അത്രേ, നമുക്കറിയില്ലേ. അത് ആഘോഷിച്ചത് മുസ്ലിം സൊസൈറ്റിയുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടാണ്. അതാകെ കൊട്ടിഘോഷിച്ചത് മലപ്പുറം ജില്ലയുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞിട്ടാണ്. ഈ ഇരട്ടത്താപ്പും ഒരു വിഭാഗത്തിനെ പാർശ്വവൽക്കരിക്കാനുള്ള ബോധപൂർവമുള്ള ശ്രമവും കേരളത്തിനോ ഇന്ത്യക്കോ ഗുണം ചെയ്യൂല എന്നെങ്കിലും എല്ലാവരും തിരിച്ചറിയണം. ഏതോ ഒരു മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഒരു ചാനൽ. അദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ വാദം അവതരിപ്പിക്കാനുള്ള അവസരം തരണം എന്ന്. പക്ഷേ ഒരു ഹാഷിം താജ് ഇബ്രാഹിം എന്നൊക്കെ പറയുന്ന കുറച്ച് മിക്കവാറും പക്വത കാണിക്കുന്ന ഒരു പത്രപ്രവർത്തകൻ,
ഇദ്ദേഹം ചെയ്ത കാര്യം, ഈ പ്രസവ സംബന്ധമായ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു സംഗതിയാണ് ഇവർ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ മുതൽ ഇദ്ദേഹം ഗർജിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്, താങ്കൾ ക്രിമിനലാണ്, താങ്കൾക്കെതിരെ നിയമം സ്വീകരിക്കണം, താങ്കളെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇയാൾ ഫത്വ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി ജഡ്ജിയൊന്നുമല്ല, ഒരു പത്രപ്രവർത്തകനാണ് അയാൾ. ഗവൺമെന്റ് ജീവനക്കാരൻ പോലുമല്ല, ഒരു സ്വകാര്യ ചാനലിലെ റിപ്പോർട്ടർ മാത്രമാണ്. എങ്ങനെയാണ് അദ്ദേഹം ഒരാളെ കുറിച്ച് കുറ്റം വിധിക്കൽ? താങ്കൾ ക്രിമിനലാണെന്ന് എങ്ങനെ പറയാൻ? താങ്കളെ അറസ്റ്റ് ചെയ്തിരിക്കണമെന്ന് അദ്ദേഹം എങ്ങനെ വിധി നടത്തൽ? ഈ മനുഷ്യന് സ്വസ്ഥമായ അയാളുടെ വാദം അവതരിപ്പിക്കാനുള്ളൊരു ചാൻസ് എങ്കിലും കൊടുക്കണ്ടേ? അദ്ദേഹം വീട്ടിൽ പ്രസവിച്ച കുറച്ച് സ്ത്രീകൾക്ക് വേദിയിൽ കയറ്റിയിട്ട് അഭിനന്ദനം അറിയിച്ചു അത്രേ. ഇസ്ലാം അതിലെത്രത്തോളം പിന്തുണക്കും? ഈ അന്യ സ്ത്രീകളെ വേദിയിൽ കയറ്റുന്നത് ഇസ്ലാമികമായി എന്താ തീരുമാനം? അത് ഇസ്ലാമിന്റെ രീതിയല്ല എന്നർത്ഥം. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അക്യുപഞ്ചറിന്റെ ആളാണ്, പക്ഷേ ഈ അക്യുപഞ്ചറിൽ ഈ ഗർഭത്തിനോ പ്രസവത്തിനോ ഉള്ള യാതൊരു ട്രീറ്റ്മെന്റും ഇല്ലാന്ന് അദ്ദേഹം പറയണ്ടേ. എൻ്റെ ഭാര്യ ആശുപത്രിയിലാണ് പ്രസവിച്ചത് എന്ന്. ഞാൻ ആശുപത്രി പ്രസവത്തെയോ വീട്ടുപ്രസവത്തെയോ ഒന്നിനെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഈ റിപ്പോർട്ടറുടെ ബഹളം വെക്കലിൽ നിന്ന് വിധി പ്രസ്താവത്തിന്റെ ഇടയിൽ സൂക്ഷ്മമായി ശ്രദ്ധിച്ചെടുത്തതാണ് ഞാനിത്. ഇദ്ദേഹം പറയുന്നത് എന്താണെന്നൊന്ന് ആലോചിച്ചു വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചപ്പോൾ കിട്ടിയതാണ് ഈ 2-3 പോയിന്റ്. അദ്ദേഹത്തെ മിണ്ടാൻ വിടുന്നില്ല, തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, വിധി നടത്തുകയാണ്. താങ്കൾ ക്രിമിനലാന്നും പറഞ്ഞിട്ട് ഇത് ദോഷം ചെയ്യും. ഏതവസരത്തിലാണ് ഒരു ഉസ്താദ് ഒരു പ്രഭാഷണം നടത്തുന്നത്, അതറിയാതെ അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാതെ അത് സങ്കീർണമാക്കി സമൂഹത്തെ മൊത്തം അപകീർത്തിപ്പെടുത്തുന്ന രീതിയുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഷെയ്ഖുന കാന്തപുര ഉസ്താദ്, അദ്ദേഹം ഒരു ദുആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഒരാള്, ഇദ്ദേഹം ഡെയിലി 2 പ്രാവശ്യം ഡയാലിസ് ചെയ്യേണ്ട ആളാണ്. അപ്പോൾ ഉസ്താദ് പറയണ്ട, ഡയാലിസ് ഒന്നും വേണ്ട. അപ്പൊ ഡയാലിസ് എന്ന് പറയുന്ന മെഡിക്കൽ സംവിധാനത്തെ എതിർത്തു, അത് പാടില്ലെന്ന് പറഞ്ഞു, പ്രാകൃത വിശ്വാസം വെച്ച് പുലർത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ആഘോഷിക്കപ്പെട്ടത്. ഏതെങ്കിലും ഒരാൾ എപി ഉസ്താദിനെ പോലെ ലോക പരിചയമുള്ള ഒരാൾ ചിലപ്പോൾ ഇന്ത്യയിലോ കേരളത്തിലോ കാണൂല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മാത്രം വലിയ ആശുപത്രി നടക്കുന്നുണ്ട് പൂനൂരിൽ. അദ്ദേഹം ഡയാലിസ് വേണ്ട എന്ന് പറയുന്നത് ആ പശ്ചാത്തലത്തിലുള്ളവർക്കൊക്കെ ബോധ്യമാണ്. ആ ഡയാലിസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, രോഗം ഇല്ലാതെ സമ്പൂർണമായി സുരക്ഷിതനായി ഈ രോഗിയുടെ കിഡ്നി ശരിക്കും പ്രവർത്തനക്ഷമമാവട്ടെ എന്ന പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തിയത്, ഉസ്താദ് നടത്തിയത്. അതുകൊണ്ടാണ് ഇത് കേട്ടവരൊക്കെ വേദിയിൽ വെച്ച് തന്നെ ആമീൻ എന്ന് പറയുന്നത്. ഉസ്താദ് ഡയാലിസ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഈ രോഗിയുടെ ബന്ധു അല്ലെങ്കിൽ മോൻ വേഗം ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചിട്ടേ, പിന്നെ നാളെ മുതൽ ഡയാലിസിന് വരണ്ടാട്ടാ, കാരണം ഉസ്താദ് വേണ്ടാന്ന് പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞോ? ഇല്ല, അദ്ദേഹം ആമീ എന്ന് പറയാണ്, ഡയാലിസ് വേണ്ട എന്ന് പറയണത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ രോഗി മാറിയിട്ട് എല്ലാം സുഖപ്പെട്ട് ഡയാലിസ് ഇല്ലാതെ സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള അവസരവും തോഫീക്കും കിട്ടട്ടെ. ഡയാലിസ് ഒന്നും വേണ്ട എന്ന് പറയണത് അതിനാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അതേ ആർക്കും മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് വേദിയിലുള്ളവരും സാഹസിലുള്ളവരും ഒന്നിച്ചാമീൻ എന്ന് പറയുന്നത്. ഇത് ഡയാലിസ് ചെയ്യുന്ന രോഗിയാന്ന് പറയുമ്പോൾ ഉസ്താദ് ഡയാലിസ് വേണ്ട പറഞ്ഞപ്പോൾ ഇനി മുതൽ ഡയാലിസിന്റെ പൈസ ലാഭം കിട്ടിയിടാന്ന് എല്ലാവരും പറയണത്. പിന്നെ എല്ലാവരും പറഞ്ഞത് ആമീൻ എന്നാണ്. എന്ന് വെച്ചാൽ അതൊരു പ്രാർത്ഥനയാണ്. ഡയാലിസ് ഒന്നും വേണ്ട. കൊണ്ടൂർ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് കാലുവേദനയാണ്, കാലുവേദന വേണ്ട അറിയും. വടൂർ ഷെയ്ഖിന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇന്ന പ്രശ്നമാണ്, അതൊന്നും വേണ്ട എന്ന് പറയും. അപ്പൊ ഡയാലിസ് വേണ്ട പറഞ്ഞ ആശുപത്രി പോണ്ടെന്നാണോ? നമ്മൾ ആലോചിച്ചു നോക്കുങ്ങള്, ഇതാരാ പറയണെന്നുള്ളൊരു ബോധം വേണ്ടേ? ഏതെങ്കിലും ഒരു നാട്ടിൽ മുഅദ്ദിൻ പണി എടുത്തുകൊണ്ട് അതിന്റെ അപ്പുറത്തെ നാട് അറിയാത്ത ഒരാളാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടിൽ മാത്രം എന്തോ ഒരു ചെറിയ സേവനം ചെയ്യുന്ന ആളാണോ? ലോകം മൊത്തം സഞ്ചരിച്ച്, അമേരിക്കയും യൂറോപ്പും മൊത്തം സഞ്ചരിച്ച് ദീനീ ദഅവത്തിന് നേതൃത്വം വഹിക്കുന്ന ഒരു മഹാപണ്ഡിതൻ. ഈ ചികിത്സാനുഭവങ്ങളൊക്കെ ഉള്ളയാൾ, വ്യക്തിപരമായും അല്ലാതെയും. സ്വന്തമായ ആശുപത്രിയും ആ ആശുപത്രിയിൽ ഇത്തരം സംവിധാനങ്ങളൊക്കെ നടത്തുന്ന സംഘടനയുടെ ഏറ്റവും ടോപ്പ് ലീഡർ.
ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടേ? അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സ്റ്റാഫ് ജീവിച്ചിരിപ്പുണ്ട്, അവരൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് എന്താപ്പത് പറഞ്ഞത് എന്ന് അന്വേഷിക്കണ്ടേ? വേണ്ട, കാള പ്രസവിച്ചു എന്ന് കേട്ടാൽ മതി. കുഞ്ഞിനെ കെട്ടാൻ കയറെടുക്കുക മാത്രമല്ല, തൊഴുത്ത് നിർമ്മിക്കുകയാണ് പലരും. കാളക്കുഞ്ഞിനെ പ്രസവിക്കാൻ, കാള പ്രസവിച്ച കുഞ്ഞിനെ കെട്ടാൻ തൊഴുത്ത് നിർമ്മിക്കുകയാണ്. അതിന് ഫുഡിന് ആളെ പറഞ്ഞേക്കുകയാണ്, ഇതേ നമ്മുടെ കാള വെറ്റിരിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇത് തികച്ചും അധർമ്മമാണ്. വീട്ടു പ്രസവിക്കുന്ന ആളോട് നീ ക്രിമിനലാണ് എന്ന് പറയുന്നത് മാത്രമാണോ? ഇതും ക്രിമിനലിസം അല്ലേ? ഉദ്ദേശ്യ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് ചില പ്രത്യേക കോൺസെപ്റ്റിൽ ചില ഉസ്താദുമാര് പറഞ്ഞ ചില പ്രഭാഷണത്തിന്റെ ഭാഗങ്ങൾ മുറിച്ചെടുത്തിട്ട് ഇതേ ഇവരൊക്കെ പ്രാകൃതത്വം പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയല. അതിൻ്റെ ഇടയിൽ ഈ നേരത്തെ നമ്മൾ പരാമർശിച്ച പ്രസവ സംബന്ധിയായ പ്രയാസം കൊണ്ട് മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ്, അദ്ദേഹത്തെ പൊലിപ്പിച്ചു കൊണ്ടുനടന്നിരുന്ന കുറെ ആളുകൾ, പറയാതെ വയ്യ, അദ്ദേഹത്തെ പൊലിപ്പിച്ചു കൊണ്ടുനടന്നിരുന്ന കുറെ ആളുകൾ, അവർ ചില ചാനലുകൾ നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടി? എല്ലാവരും ആദരിക്കുന്ന വലിയാകുന്ന CM വലിയുല്ലാഹി മടവൂരിനെ വിലായത്തിന്റെ പരിധിയിൽ നിന്നൊക്കെ ഉയർത്തിയിട്ട് ഇസ്ലാം വിമർശകർക്ക് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള വേദി കൊടുത്തുകൊണ്ട് അദ്ദേഹം ജീവിച്ച കാലത്തുള്ള കാര്യങ്ങൾ മരണപ്പെട്ട് 30ഓളം വർഷമായിട്ട് ഇതുവരെ ആരോടും മിണ്ടാതെ ഈ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് മൈക്കും ക്യാമറയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ മാത്രം പറഞ്ഞു കൊടുത്ത് ദഅവത്തിന്റെ മാർഗം സങ്കീർണമാക്കി അതിനെല്ലാ പിന്തുണയും കൊടുത്തു എന്ന് പ്രസംഗിച്ച് പലരും ചേർന്ന് ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഈ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിനെ. എന്തിന്? ഈ മടവൂരിന്റെ വലിയ സംഗതികൾ പ്രചരിപ്പിക്കണുണ്ട്, പക്ഷേ ശൈഖുനെ പിടിച്ചു, അതുകൊണ്ടാർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പ്രസംഗം നടത്തി ഇദ്ദേഹത്തെ പുളിമക്കയറ്റി ആ ഒരു ഊക്കിൽ അദ്ദേഹം ഇങ്ങനത്തെ എല്ലാ സംഗതികളും ചെയ്തു വെച്ച് അവസാനം ഇതൊരു കുരുത്തക്കെടുക്ക് എത്തിയപ്പോ, ഒരു സങ്കീർണതയിലേക്ക് എത്തിയപ്പോ ഇതിന്റെ പാപം മൊത്തം മറ്റ് ചില ആളുകളുടെ തലയിലിടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വീട്ടിൽ നിന്ന് പ്രസവിക്കണം എന്ന് പറയുന്ന കുറെ പ്രസംഗം സ്ഥിരമായി കേൾക്കാറുണ്ടായിരുന്നു എന്ന്. അയാളൊപ്പം നടന്ന് ദീനിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന തഖ്വയും ത്വരീഖത്തൊക്കെ പറഞ്ഞ് ശറഇൽ വറഅ് വേണ്ടെന്നും പറഞ്ഞ് വലിയ ശൈഖുന ഗ്ലോബൽ വില്ലേജ് പോയിട്ട് മുണ്ടെടുക്കാൻ കഴിവില്ലാത്ത പാവം യൂറോപ്യർ, ഒരു മുണ്ട് വാങ്ങാനോ പാവാട വാങ്ങാനോ കഴിയാത്ത പാവം യൂറോപ്യർ തുരുതുരാ നടന്നുകൊണ്ടിരിക്കുന്ന ദുബൈയിലെ ഗ്ലോബൽ വില്ലേജിൽ വലിയ ഷെയ്ഖ് വറഇൻ്റെ ആള് പോയിട്ട് ആകെ അന്തം വിട്ട് നിൽക്കുമ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ പ്രസംഗിച്ച ചില ക്ലിപ്പുകൾ ഉസ്താദുമാരത് അത് വെട്ടിയെടുത്തിട്ട് ഈ പ്രസംഗങ്ങളൊക്കെ കേട്ടതുകൊണ്ടാണ് മൂപ്പരാൾ ഇങ്ങനെ പെണ്ണിനെ കൊന്നത് എന്ന് പറഞ്ഞ് ആണത്തം പണയം വെക്കുന്ന ചില പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ചാനലുകാരുടെ അധർമ്മം പോലെ വിമർശിക്കപ്പെടേണ്ടതാണ് ഇതും. തൻ്റെ ഇടത്തോടെ ഏറ്റെടുക്കണം. എന്നിട്ട് ഓരോരുത്തർ ഈ ഷവ്വാലോട് കൂടെ അടിച്ചു പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ വില്ലേജിൽ എല്ലാ ഉലമാക്കളെയും വഴക്കും പറഞ്ഞു നടക്കുന്ന വേറൊരുത്തൻ മരിവ് പോലും നിസ്കരിക്കാതെ വിമർശിക്കപ്പെട്ടത്, എനിക്ക് അതിന്റെ വസ്തുത അറിയില്ല, വിമർശിക്കപ്പെട്ടതനുസരിച്ച് പറയുകയാണെങ്കിൽ കടപ്പുറത്ത് വേറൊരാൾ വലിയ മഹാൻ ജയിലിൽ ഒരു 1.5 ഷവ്വാൽ. ഞാൻ പറയുന്നത് ഒരു വ്യക്തിവിദ്വേഷം കൊണ്ടൊന്നുമല്ല. ചാനലുകാരടക്കം ഇത്തരം ആത്മീയ കള്ളവാദികളടക്കം പക്വത കാണിക്കണം എന്ന് പറയാതെ വയ്യ. പക്വത കാണിക്കണം. ഓരോ വാർത്തയെയും എങ്ങനെ സമീപിക്കണം എന്നൊരു പൊതു രീതി വേണം. മുസ്ലിം വാർത്തകൾ എങ്ങനെ സമീപിക്കണം, മലപ്പുറം വാർത്തകൾ എങ്ങനെ സമീപിക്കണം, അങ്ങനെ സ്പെഷ്യൽ രീതിയിലേക്ക് മാറിയാൽ നമ്മുടെ നാട് അവതാളത്തിലാവും. ഒരേ സമയത്ത് നടക്കുന്ന 2 പ്രസവം, 2 മരണം, ഒന്ന് വമ്പിച്ച വിവാദം, ഒന്ന് തീരെ വാർത്ത കൊടുക്കാൻ പോലും യോഗ്യമല്ലാത്ത വിധം നിസ്സാരം. ഇത് പ്രയാസം. ആകയാൽ പരിശുദ്ധ ഇസ്ലാം മാനവികതയുടെ മതമാണ്. ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നു. ചികിത്സ സുന്നത്ത്, അതായത് മതപരമായ ആരാധനയാണെന്ന് പറയുന്നു.
പല ഘട്ടങ്ങളിലും നിർബന്ധമാണെന്ന് പറയുന്നു. പ്രസവം സങ്കീർണമായൊരു പ്രക്രിയ ആകയാൽ അതിൻ്റെ സങ്കീർണതകളെക്കുറിച്ച് സാധാരണഗതിയിൽ നമുക്കൊന്നും അറിയാത്തതിനാലും ആശുപത്രി പ്രസവിക്കുന്നതിന് മതത്തിൽ യാതൊരു വിലക്കുമില്ല. പക്ഷേ ആശുപത്രിയിൽ പോകാതെ ഇരിക്കുന്ന ചിലയുടെ പ്രസവത്തിൻ്റെ കാരണം എന്തെന്ന് കൂടെ അന്വേഷിക്കേണ്ടതുണ്ട്, സുതാര്യമാവേണ്ടതുണ്ട്. പരിഹാസമല്ലാത്ത ലേബർ റൂം സൃഷ്ടിക്കപ്പെടണം. സങ്കീർണതയിൽ നിൽക്കുമ്പോൾ, മനസ്സമാധാനത്തോടുകൂടെ നിൽക്കുമ്പോൾ അതിന് പറ്റാത്ത വിധം തൻ്റെ വിശ്വാസത്തെയും ആത്മാഭിമാനത്തെയും ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ വരാൻ പാടില്ല. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു മധ്യരീതിയിലുള്ള സമീപനമാണ് ബുദ്ധിയുള്ള മനുഷ്യന്മാർ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് മതത്തെക്കുറിച്ച് പഠിക്കണം, ആരോഗ്യരംഗത്തെക്കുറിച്ച് പഠിക്കണം, ഏറ്റവും നല്ല രീതിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യണം. പ്രസവമായിട്ട് ബന്ധപ്പെട്ട് മസാലപരമായ കുറേ ചർച്ചകളൊക്കെ ഇതിൽ സംഗതാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് കടന്നിട്ടില്ല, നമ്മുടെ സമയം പരിമിതമാണ്. അപ്രകാരം തന്നെ ഈ ഗർഭകാലത്തുള്ള ചികിത്സ സംവിധാനങ്ങൾ, അതിലൊക്കെ ഉള്ള കുറേ തട്ടിപ്പുകൾ, പ്രസവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് ഏതെങ്കിലും രീതിയിൽ ഏറ്റവും ചുരുങ്ങിയത് ആയുർവേദ വിദഗ്ധനെയെങ്കിലും സമീപിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഈ നോക്കാൻ വന്ന പെണ്ണിൻ്റെ ആകെ ഒരു ലക്ഷ്യം എന്താണ്? പ്രസവിച്ച പെണ്ണ് ഇത്ര തടിക്കണം, അപ്പോൾ ഓള് നല്ലോളാണ് എന്ന് തീരുമാനം വരും. അത് കുറേ പൈസ കൂടുതൽ കിട്ടും, സമ്മാനങ്ങളൊക്കെ കിട്ടും, പർദി മാക്സിയൊക്കെ കിട്ടും. അതിൻ്റെ പുറമെ ഇവരുടെ കുടുംബത്തിലെ ഏത് ഡെലിവറിക്കും പിന്നെ ഓൾ ആദ്യമേ ബുക്ക് ചെയ്യും. കാരണം എന്താ പറയുക, ഓള് നോക്കിയിട്ട് കുട്ടിയും കെട്ടും തടിച്ചില്ലേ എന്ന്. തടിക്കലല്ല ആരോഗ്യം എന്ന് മനസ്സിലാക്കണം, തടിക്കലല്ല ആരോഗ്യം എന്ന് മനസ്സിലാക്കണം. അതൊരു ചൂഷണാണ്. എത്ര ലേഹവും കഷായവും കൊടുക്കുന്നത് ഈ കുട്ടിക്ക്. ഇവരെന്തെങ്കിലും വിദഗ്ധരാണോ? ആയുർവേദം നിർത്തിയിട്ട് എത്രയും തിന്നാൻ പറ്റുമോ? ഹോമിയോ നിർത്തിയിട്ട് എത്രയും തിന്നാൻ പറ്റുമോ? അതിനൊക്കെ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ടാകും. രോഗത്തിനെ ചികിത്സിക്കാവൂ. ഇന്നലെ എന്നോട് ഒരു ഗവൺമെന്റ് ഡോക്ടർ എന്നെ സമീപിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, താങ്കളുടെ പ്രഭാഷണം ഞാൻ കേൾക്കാറുണ്ട്, അത് കുടുംബസദസ്സിലൊക്കെ നന്നായിട്ട് ഓടുന്നുണ്ട്, ഇനിയൊരു പ്രസംഗത്തിൽ താങ്കൾ ഇത് ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതെന്ന് എന്താ അറിയോ? ഞങ്ങൾക്ക് രാവിലെ 3 മണിക്കൂറും വൈകിട്ട് 3 മണിക്കൂറാണ് ഷിഫ്റ്റ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു രോഗിനെ പരിശോധിക്കാൻ 5 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് ഇത്ര രോഗിനെ പരിശോധിക്കാൻ കഴിയുക. പക്ഷേ 250-300 വരും. അതിൻ്റെ ഇടയിലുള്ളൊരു പ്രശ്നം, ഒരാൾ വീട്ടിൽ നിന്ന് ചികിത്സിക്കാൻ വരികയാണെങ്കിൽ ചിലപ്പോൾ കുട്ടി ഉണ്ടാവും, പേരക്കുട്ടി ഉണ്ടാവും, ചിലപ്പോൾ മോളുണ്ടാവും, ഇവരൊക്കെ കൂടെ ഉണ്ടാവും. എന്നിട്ട് വല്യമ്മാൻ്റെ ചികിത്സ കഴിഞ്ഞതിന് ശേഷം പറയും, ഇവൾക്ക് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ ഒരു കൊര, അപ്പോൾ ഓൾക്ക് കുറച്ച് മരുന്ന്. പിന്നെ ഈ കുട്ടി ഉണ്ടല്ലോ, ഓനുണ്ട് ഇടക്കൊരു കാലിന് വേദന, പിന്നെ അതിന് മരുന്ന്. ഈ ഡോക്ടർ പറഞ്ഞ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ മരുന്ന് അനാവശ്യമായിട്ട് ചിലവഴിക്കുക എന്നുള്ളത്. രണ്ടാമത്, ഡോക്ടർമാരുടെ സമയം വെറുതെ കളയാന്നുള്ളത്. മൂന്നാമത്തത്, ആവശ്യമില്ലാതെ മരുന്ന് കയറ്റിയിട്ട് ആരോഗ്യം നശിപ്പിക്കുക എന്നുള്ളത്. എൻ്റെ എല്ലാ പ്രസംഗത്തിനും കുറച്ചു കാലം പറയണം എന്നാണ് അദ്ദേഹം എന്നെ വസിയത്ത് ചെയ്തത്. അതിലെ 1ാമത്തെ വേദിയാണ് ഇപ്പത്. എവിടെയൊക്കെ പ്രസംഗിക്കണം, എവിടെയൊക്കെ പറയണം എന്നുള്ള നമുക്ക് പിന്നെ തീരുമാനിക്കാം. അതിൽ 1ാമത്തെ അവതരണമാണ് ഇപ്പത്. തിന്നുകൊണ്ടിരിക്കുക. എന്തിന്? ഏതായാലും പോകല്ല, 5-6 ആളോട് പോവുക, എന്നിട്ട് എല്ലാവർക്കും മരുന്ന് എടി എൻ്റെത് ഏതാണ്, ഇൻ്റെത് ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് നിറച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ പോവുക. ഇത് പാവപ്പെട്ട ആവശ്യക്കാരനായ രോഗിക്ക് കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയതായിരിക്കും. ഈ ഗവൺമെൻറ് ആശുപത്രിയിലല്ല, പ്രൈവറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവർക്ക് പൈസ ഉണ്ട്, അത് വാങ്ങിച്ചോളും. ഇത് എത്രമേൽ ആവശ്യമാണ് അത് മനസ്സിലാക്കണില്ല എന്നാണ്. ആയുർവേദം പ്രസവ സംബന്ധിയായി കുടിക്കേണ്ടത് മാത്രമേ കുടിക്കാവൂ. ഒരു ഇത്ര പോന്ന പാത്രത്തിൽ വലിയ ചെമ്പട്ടി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയില്ലേ, ലേഹം വിരകി ഇങ്ങനെ വെക്കുക. ഇന്റെ റബ്ബേ, എല്ലാവരും സമ്മർദ്ദം ചെലുത്തി ആ പെണ്ണിനെ കൊണ്ട് അതങ്ങോട്ട് തീറ്റിക്കുക. 4 ദിവസം കഴിയുമ്പത്തിന് മേലെ പൂപ്പൽ വരും. ഒപ്പം നിൽക്കണ പെണ്ണെന്താ കട്ടറിയാം, ആകട് കുഴക്കും, അപ്പൊ പിന്നെ പൂപ്പൽ പോകും. ഒപ്പം നിൽക്കണ പെണ്ണ് പൊതുവെ അങ്ങനെ ചെയ്യാം, ആകെ ഒന്നും കൂടി ഇളക്കും, അപ്പൊ പൂപ്പൽ പോയി. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും പൂക്കും, അപ്പൊ പിന്നെയും കുളിക്കും. ഈ പൂപ്പിൽ കയറിയ ക്യാൻസർ ഉണ്ടാവും, അത് വേറെ കാര്യം. പൂപ്പ് ക്യാൻസറിന്റെ വലിയൊരു കാരകാണ്. കുലിക്കും. ഇത് ഫുള്ള് തീറ്റും. അതിൻ്റെ ശേഷം പിന്നെ ആര്യവേപ്പിൻ്റെ ഇല കൊടുത്തിട്ട് അരച്ചു ഉരുട്ടി മഞ്ഞളും ചേർത്ത് അത് തീറ്റും. പുണ്ണ് കരിയാനാണ്, അതിനാണ്, ഇതിനാണ് എന്ന് പറഞ്ഞിട്ട് പ്രസവത്തെ സങ്കീർണാക്കുന്നു, ബിസിനസ് ആക്കുന്നു. നൈസർഗികമായി നടന്നു പോകേണ്ടത്. അല്ലെങ്കിൽ ഇത്തരം സംഗതികളൊക്കെ ഒന്ന് തേക്കണതും കുളിപ്പിക്കണതും ഒരു മരുന്ന് കൊടുക്കണമൊക്കെ നല്ലതാണ്. കാരണം ശരീരം ആകെ മറ്റൊന്നായി തീരാണ് പ്രസവത്തോടു കൂടെ. ഓരോ ജോയിന്റിലും അതിൻ്റെതായ എഫക്ഷൻ ഉണ്ടാകും. പക്ഷെ നല്ല വിദഗ്ധനായ ഒരു ആയുർവേദ ഡോക്ടറെ കാണണം, വൈദ്യരെ കാണണം, എന്തൊക്കെ കൊടുക്കേണ്ടെന്ന് അയാളോട് ചോദിക്കണം.
ഈ പ്രസവരക്ഷാ മരുന്നുകൾ ഒന്നിച്ചു കിട്ടും എന്ന് അറിയുന്നിടത്ത് പോകും ചെയ്യരുത്. അവർ പാക്കേജാണ്. പ്രസവിച്ചോ എന്നാ ഇതാന്ന് പറഞ്ഞിട്ട് തരും. എന്നിട്ട് ഇങ്ങനെ പോകേണ്ടി വരും. രണ്ട് കയ്യിലും നമ്മളാ ഈ വേസ്റ്റ് ഇടാൻ വെക്കണ നീല കവറില്ലേ, അതിലും ഇങ്ങനെ പിടിച്ചു കൊണ്ടുകൊണ്ട് വരും. ആ ചൂഷണങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ആരോഗ്യം വളരെ പ്രധാനമാണ്. ആരോഗ്യമുള്ള വിശ്വാസിയെ അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. കുറച്ചാളുകൾക്ക് ആരോഗ്യം കൊടുത്ത് അവരിഷ്ടപ്പെടുക, കുറച്ചാളുകൾക്ക് അനാരോഗ്യം കൊടുത്തിട്ട് അവരെ വെറുക്കുക എന്നുള്ളതല്ല. പിന്നെയോ ആരോഗ്യം നിലനിൽക്കുന്നതിൽ നമുക്കും നമ്മുടേതായ പങ്കുണ്ട്. അത് നിർവഹിക്കുന്നവരെ, ആ ഒരു ശ്രമം നടത്തുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ, ആരോഗ്യത്തോടുകൂടെ വളരാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ സങ്കീർണതകളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവർക്ക് പടച്ച റബ്ബ് സലാമത്ത് നൽകുമാറാവട്ടെ. നമ്മെയും നമ്മളോട് ബന്ധമുള്ളവരെയും നല്ല മനുഷ്യരായി ജീവിക്കാനും നല്ലവരായി മരിച്ച് നല്ലവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.